योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्नाम् अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम्. നമ്മുടെ അധ്യാത്മഗ്രന്ഥങ്ങളൊക്കെ തന്നെ ഗുരുശിഷ്യ സംവാദ രൂപത്തിലാണ്. ഒരു ചോദ്യം ഉത്തരം, അല്ലെങ്കിൽ ഉപദേശം, ഒരു ചോദ്യത്തിന് ശേഷം ഉപദേശം. നാപൃഷ്ടേ കസ്യചിത് ബ്രൂയാത് എന്നാണ് ഒരു വിധി. എന്നുവെച്ചാൽ ചോദിച്ചിട്ടില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കരുത്. ആദ്യം ഈ സത്യത്തിനെ അറിയണം എന്നുള്ള ഉത്കടമായ അഭിലാഷം. ഉള്ളില് അത് പൊന്തി വന്നു കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അരുണോദയം വരണ പോലെയാണ്. അരുണോദയം വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും സൂര്യോദയം വരും. അതുപോലെ അധ്യാത്മമായിട്ടുള്ള ഈ വ്യാകുലത, അത് ഭക്തിയുടെ രൂപത്തിലോ ജ്ഞാനത്തിന്റെ രൂപത്തിലോ അവരവരുടെ സംസ്കാരത്തിനനുസരിച്ച് ഒരു ജീവനില് ആവിർഭവിക്കും. അങ്ങനെ വരുമ്പോ അധികം വൈകാതെ തന്നെ ഒരു കോളിംഗ് ബെൽ അടിച്ചാൽ ഉള്ളിൽ നിന്ന് ഒരാൾ വാതിൽ തുറക്കണ പോലെ പുറമേ നിന്നും ഈ മുമുക്ഷുത്വം വരുമ്പോ അകമേ നിന്നും തസ്യൈഷ ആത്മാ വിവൃണുതേ തനൂം സ്വാം, ഉള്ളിൽ നിന്നും ആത്മാവ് സ്വയമേവ തന്നെ കാണിച്ചു കൊടുക്കുമെന്ന്. കാണിച്ചു കൊടുക്കുമെന്ന് വെച്ചാൽ മറച്ചു വെച്ചിട്ടുണ്ടോ? വാസ്തവത്തിൽ ഒന്നും മറഞ്ഞിട്ടൊന്നുമില്ല. അനാവൃതത്വാത് ബഹിരന്തരം നതേ സർവസ്യ സർവാത്മനഃ ആത്മവസ്തുന ആണ് ഭാഗവതം. ആവരണമേ ഇല്ല, സദാ പ്രകാശിച്ചുകൊണ്ടേയിരിക്കണു. സൂര്യനെ കണ്ണുപൊട്ടൻ കാണാനില്ല എന്ന് പറയണ പോലെ എനിക്ക് ആത്മാവിനെ അറിയണില്ല, ഞാൻ ആരാണെന്ന് അറിഞ്ഞില്ല എന്നൊക്കെ നമ്മൾ പറയണു. അപരോക്ഷമായിട്ട് സദാ പ്രകാശിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ പ്രത്യക്ഷം എന്നാണ് പറയുക. അപ്പൊ നിങ്ങളെയൊക്കെ ഞാൻ കാണുന്നത് പ്രത്യക്ഷം. ആത്മാവ് പ്രത്യക്ഷമാണോ എന്ന് വെച്ചാൽ ശാസ്ത്രം പ്രത്യക്ഷം എന്നുള്ള വാക്കിന് പകരം അപരോക്ഷം എന്ന് ഉപയോഗിച്ചു. പരോക്ഷം എന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ്, കാണാൻ വയ്യാത്തത്. അപരോക്ഷം എന്ന് വെച്ചാൽ ഇപ്പോ ഇവിടെ തന്നെ പ്രത്യക്ഷത്തിനേക്കാളും, പ്രത്യക്ഷം എന്ന് പറയുമ്പോൾ അക്ഷം പ്രതി നിൽക്കുന്നതാണ്, ഇന്ദ്രിയത്തിന് അഭിമുഖമായിട്ട് നിൽക്കുന്നത് എന്നാണ് അർത്ഥം. ഇപ്പൊ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് പ്രത്യക്ഷം, ചെവി കൊണ്ട് കേൾക്കാൻ പറ്റുന്നത് പ്രത്യക്ഷം, മൂക്കുകൊണ്ട് മണക്കാൻ പറ്റുന്നത് പ്രത്യക്ഷം. ആത്മാവ് കണ്ണുകൊണ്ട് കാണുന്നതോ ചെവി കൊണ്ട് കേൾക്കുന്നതോ മൂക്കുകൊണ്ട് മണക്കുന്നതോ ആണോ എന്ന് വെച്ചാൽ യാതൊന്നുള്ളത് കൊണ്ട് കണ്ണ് കാണുന്നുവോ, യാതൊന്നുള്ളത് കൊണ്ട് മൂക്ക് മണക്കുന്നുവോ, യാതൊന്നുള്ളത് കൊണ്ട് നാവ് രുചിക്കുന്നുവോ, യാതൊന്നുള്ളത് കൊണ്ട് ചിത്തം സങ്കല്പിക്കുന്നുവോ. യസ്യ സന്നിധിമാത്രേണ ദേഹേന്ദ്രിയ മനോദിയഃ വിഷയേഷു സ്വകീയേഷു വർത്തന്തെ പ്രേരിതാ ഇവ. യാതൊന്നിന്റെ സാന്നിധ്യം കൊണ്ട് ഇന്ദ്രിയങ്ങളൊക്കെ ചേഷ്ടിക്കുന്നു. അത് സ്വയം പ്രകാശമാണ്. നിത്യ അപരോക്ഷം, യസ് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ എന്നാണ് ഉപനിഷത്ത് പറയുന്ന ഒരു മഹാവാക്യം.
ഇതൊരു മഹാവാക്യമാണ്. മഹാവാക്യം എന്ന് വെച്ചാൽ ഒരു വാക്ക് പറയുമ്പോ ജീവനെ ഈശ്വരനാക്കി കളയുന്നതിന് മഹാവാക്യം എന്ന് പേര്. അത്രയ്ക്ക് എളുപ്പമാണെന്നാണ്. ഒരു വാക്ക് ജീവബ്രഹ്മ ഐക്യത്തിനെ പറയുന്ന വാക്യങ്ങളെ മഹാവാക്യം എന്ന് പറയണു. ഞാൻ ഈ ജീവനാണ്, ഈ ശരീരം മനസ്സ് ബുദ്ധി ഉണ്ട്, എനിക്ക് സുഖദുഃഖങ്ങളുണ്ടെന്ന് വിഷമിച്ചിരിക്കുന്ന ആള് ഗുരുമുഖത്ത് നിന്നും ഒരു വാക്ക് കേട്ട് കഴിയുമ്പോൾ അറിയുന്നു താൻ അഖണ്ഡ പൂർണ്ണമായ വസ്തുവാണ്. തനിക്ക് ജനനമോ മരണമോ ഇല്ല. ആ ഒരു വാക്ക് ചെയ്ത മാജിക്. അത്ര എളുപ്പമാണ് വേദാന്തം. എന്നിട്ട് എന്താ ഞങ്ങൾ ഇത്ര ദിവസമായിട്ട് കേൾക്കണമല്ലോ, ഞങ്ങൾക്ക് എന്താ സാധിക്കാത്തത് എന്ന് വെച്ചാൽ കേൾക്കുന്നുണ്ട് പക്ഷെ കേട്ടിട്ടില്ല എന്നർത്ഥം. നമ്മളിവിടെ വന്നിരിക്കണു, അന്തഃശ്രോത്രത്തിന് ഇനിയും വിഷയമായിട്ടില്ല. ചെവിയിലേക്ക് പോണുണ്ട്, ഹൃദയത്തില് ബോധനം വന്നിട്ടില്ല. ബോധനം വന്നാൽ എങ്ങനെയുണ്ടാവും? ഒരു ജ്ഞാനി പാടി ഗുരു ഉപദേശിക്കുമ്പോൾ ആ വാക്കിന് എന്തു പറ്റണു എന്ന് വെച്ചാൽ വാക്ക് ഉള്ളിൽ പോയിട്ട് ചെവി കൂടെ പോയിട്ട് വാക്ക് ഇറந்து நிறைந்து நின்றதோர் வாக்கிய பொருள். വാക്ക് ഇറந்து, വാക്ക് ഉള്ളിൽ പോയിട്ട് ഇല്ലാതായി തീർന്നു. ആ വേർഡ് മറഞ്ഞുപോയി. പിന്നെ ബാക്കിയുള്ളത് എന്താ? എസൻസ്, അതിന്റെ എക്സ്പീരിയൻസ്, അനുഭൂതി മാത്രം നിറഞ്ഞു നിൽക്കണമെന്ന്. വാക്കില്ല അവിടെ. വാക്ക് ഇറந்து നിറൈந்து നിன்றതോർ വാക്കിയ പൊരുൾ. വാക്കിന്റെ പൊരുൾ, എസൻസ്, സത്ത, അത് മാത്രം പ്രകാശിച്ചു നിൽക്കുന്നു. അതിന് മഹാവാക്യം എന്ന് പറയും. ആ മഹാവാക്യാനുഭവത്തിനെ ശ്രുതി ഒരു 4 മഹാവാക്യം മാത്രമല്ല, അനേകം മഹാവാക്യങ്ങളുണ്ട്. ഏത് വാക്കുകൊണ്ടാണോ ശ്രോതാവിന് സ്വാനുഭൂതി ഉണ്ടാവുന്നത് അത് മഹാവാക്യമാണ്. ആത്മാനുഭവം ഉണ്ടാകുന്നത് അത് മഹാവാക്യമാണ്. ഇതാണ് അതിന് തെളിവ്. അല്ലെങ്കിൽ അത് വെറും വാക്ക്. അപ്പോ അങ്ങനെ ഒരു മഹാവാക്യമാണ് യസ് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ. ബ്രഹ്മം എല്ലാരിലും അപരോക്ഷമായിട്ട് അവനവന്റെ സ്വരൂപമായിട്ട് നിത്യസിദ്ധമായിട്ട് ഞാൻ എന്ന രൂപത്തില്, ഞാൻ എന്ന അനുഭവ രൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. എന്നുവെച്ചാൽ എന്റെ ഈ ഞാനല്ല, അഖണ്ഡമായ പൂർണ്ണവസ്തുവാണ്. നാമദേവൻ എന്ന് പറഞ്ഞൊരു ഭക്തൻ പാടി, പാണ്ഡുരംഗനെ വിഠലനെ സ്തുതിച്ചുകൊണ്ട് പാടിക്കൊണ്ട് പറഞ്ഞു, ഹേ വിഠല, ഇത്രയും ദിവസം ഞാൻ വിചാരിച്ചു ഇതിന്റെ ഉള്ളിലുള്ള ഞാനാണെന്ന് വിചാരിച്ചു. ഇപ്പൊ ഗുരു എനിക്ക് അനുഗ്രഹം ചെയ്തപ്പോ ഇപ്പൊ എനിക്ക് അറിയണു ഇതിനകത്തുള്ള ഞാനല്ല, നീയാണെന്ന് അറിഞ്ഞു എന്നാണ്. ഇതിനകത്തുള്ള ഞാൻ ഇപ്പൊ ഞാനല്ലാതായിട്ട് തീർന്നിരിക്കുന്നു. അഖണ്ഡമായി എല്ലയറത്താൻ ഒളിരും എന്ന് ഭഗവാൻ ഉപദേശം ഉന്ത്യാർ. എല്ലയറത്താൻ ഒളിരും. എല്ലയെന്ന് വെച്ചാൽ ബൗണ്ടറി, വരമ്പില്ലാതെ, അതിരില്ലാതെ, അഖണ്ഡമായി പൂർണ്ണമായി അത് സ്വയം പ്രകാശമായി സത്യം ഹൃദയത്തില് പ്രകാശിക്കണു. അതാണ് അനുഗ്രഹം. കൃപ. അപ്പൊ ആ കൃപയ്ക്ക് പാത്രമായിട്ട് തീരുന്നു ശിഷ്യൻ. വാസ്തവത്തിൽ ആ കൃപയ്ക്ക് പാത്രമാവുമ്പോഴേ ശിഷ്യൻ എന്നേ പറയാൻ പറ്റുള്ളൂ. ജനകന് അഷ്ടാവക്രൻ അനുഗ്രഹിച്ചു. ജനകന് അതിൻ്റെ ഒരു ഗ്ലിംസ് ഉണ്ടായി ആ അനുഭവത്തിന്റെ. ഭഗവാൻ രമണ മഹർഷിയുടെ സന്നിധിയിൽ പലർക്കും ആ അനുഭവത്തിന്റെ ഒരു ഗ്ലിംസ് എന്ന് വെച്ചാൽ ഒരു ക്ഷണനേരത്തേക്ക് ഉണ്ടായാലും അത് അഖണ്ഡമാണ്. 1 കോടി രൂപ എന്ന് പറയുന്നത് 1 രൂപ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതല്ലേ.
അല്ലേ? 1 രൂപ എന്ന് പറയുന്നത് 1 കോടി രൂപയുടെ ഒരു അംശമാണ്. കുറെ 1 രൂപ ചേർന്നിട്ടാണ് 1 കോടി രൂപ. അതുപോലെ ഈ അനുഭവത്തിന്റെ ഈ അംശം പൂർണ്ണമാണ്. ഒരു ക്ഷണനേരത്തേക്ക് വന്നാലും അത് പൂർണ്ണമാണ്. പക്ഷെ അധികം പേർക്കും ഒരു ക്ഷണനേരത്തേക്ക് വരുന്നത് മനസ്സൊന്ന് മൂടിക്കളയും. ചിലപ്പോൾ സത്സംഗത്തിലിരിക്കുമ്പോൾ ഒരു ക്ഷണനേരത്തേക്ക് കിട്ടും. പല ആളുകൾക്കും സത്സംഗം വീണ്ടും 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 വേണം. ആവർത്തിരസകൃതുപദേശാത് ബ്രഹ്മസൂത്രത്തില് വ്യാസഭഗവാൻ ഒരു സൂത്രം എഴുതി വെച്ചു. അതിൽ ശങ്കരാചാര്യര് ഈ വിഷയത്തിനെ വിസ്താരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു പ്രാവശ്യം കേട്ടാൽ പോരെയെന്ന്. പിന്നെയും പിന്നെയും എന്തിനാ കേൾക്കണത്? ഒരു പ്രാവശ്യം കേട്ടാൽ തന്നെ ഇപ്പൊ നമ്മള് കണ്ണില് കണ്ണാടി വെച്ചിട്ട് കണ്ണാടി കാണാനില്ല എന്ന് തെരയണു. അപ്പൊ ഒരാൾ പറഞ്ഞു, ഇതാ ഇവിടെ ഇരിക്കണു, ഇതാണോ തെരയണതെന്ന് ചോദിച്ചാൽ മൂക്കത്ത് വെച്ചോണ്ട് തെരയ. കണ്ണാടിയുടെ ഉള്ളിൽ കൂടെ കണ്ണാടി തെരയ. കാണിച്ചു തന്നതും കണ്ടു, ഇതായിരിക്കണമെന്ന് കണ്ടു. അതുപോലെ ഗുരു തത്വമസി എന്ന് പറയുമ്പോ ശിഷ്യന് അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ് എന്ന അനുഭവം ഒരു ക്ഷണനേരത്തിൽ വന്നു. അങ്ങനെ ഇരിക്കും പൂർണ്ണം. അങ്ങനെ ചില കേസൊക്കെ ഉണ്ട്. ഒരു പ്രാവശ്യം ഗുരു ഉപദേശിച്ചു കഴിഞ്ഞു. തായുമാനവർ എന്നൊരു സിദ്ധനുണ്ടായിരുന്നു. അനേക വർഷങ്ങൾ ഗുരുവിനെ പരിചരണം ചെയ്തു. മൗനഗുരു എന്ന് പറഞ്ഞു തിരുച്ചിരാപ്പള്ളിയില് അവിടെ തായുമാനവർ കോവിലുണ്ട്. അവിടെ ഒരു സ്ഥലത്ത് വെച്ച് ഈ മൗനഗുരുവിന്റെ കാല് പിടിച്ച് കരഞ്ഞപ്പോ മൗനഗുരു ഒരു ദിവസം പറഞ്ഞു, ഞാൻ പോവാണെന്ന് പറഞ്ഞു. എനിക്കൊന്നും ഉപദേശിച്ചില്ലല്ലോ, ചുമ്മായിര് കഴിഞ്ഞു. ഇത്രയുള്ളൂ ഉപദേശം. ആ ഗുരു അനുഗ്രഹം പ്രവർത്തിച്ചു. അരുണഗിരിനാഥർക്ക് ചുമ്മായിര് എന്ന് ഉപദേശം. തിരുവണ്ണാമലയിൽ ഒരു മഹാപുരുഷൻ, ഒരു സാധു ഉണ്ടായിരുന്നു. തിണ്ണൈ സ്വാമികൾ എന്ന് പേര്. ഞാൻ കണ്ടിട്ടുണ്ട് പല അദ്ദേഹത്തിന്. ഒരു വീട്ടിന്റെ തിണ്ണയിൽ കിടക്കുന്നതുകൊണ്ട് തിണ്ണൈ സ്വാമി എന്ന് പേരാണ്. നല്ല സമാധിസ്ഥിതനാണ്. അദ്ദേഹത്തിന് ഗവൺമെന്റ് ഓഫീസിലും മറ്റൊക്കെ ജോലിയുള്ള ഒരു ഗൃഹസ്ഥനായിരുന്നു. ഒരു പ്രാവശ്യം തിരുവണ്ണാമലയിൽ വന്നു, ഭഗവാനെ കണ്ടു, മഹർഷിയെ കണ്ടു, തിരിച്ചു പോയില്ല. വീട്ടുകാരൊക്കെ അന്വേഷിച്ച് പലവട്ടം വന്നിട്ടും പോയില്ല. ഒരു ദിവസം വീട്ടിലുള്ളവരൊക്കെ വന്ന് ബഹളം കൂട്ടാൻ തുടങ്ങിയപ്പോൾ മഹർഷിയെ ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഇര് എന്ന് പറഞ്ഞു. അത്ര തന്നെ. അത് ഭഗവാൻ ഏതർത്ഥത്തിൽ പറഞ്ഞു, ഇര് എന്ന് പറഞ്ഞു. ഇരിക്കേണ്ട സ്ഥലത്ത് ഇരുന്നു പോയി. താൻ തന്നിലിരുന്നു. ചിലപ്പോ അത്ര എളുപ്പമാണ് ഈ വിദ്യ. അത്ര എളുപ്പമായതുകൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ടും തോന്നുന്നത്. കാരണം എന്തെങ്കിലും ചെയ്യാൻ ഹോംവർക്ക് ചെയ്തേ നമുക്ക് പഴക്കാനായി. നമ്മൾ ചോദിക്കണം, ഇതിനെന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒരു ഹോംവർക്ക് തരൂ. ഇത്ര കോടി ജപിക്കണോ? ഇനി യോഗ സാധന ചെയ്യണോ? ഇതൊക്കെ ചെയ്യാനുള്ള വാസന സംസ്കാരം ഉണ്ടല്ലോ, അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ശരി എന്നാ ചെയ്തോളൂ എന്ന് പറയണത്. കുറെ കഴിയുമ്പോൾ അറിയാൻ തോന്നും, വേണ്ടാന്ന് തോന്നും. ജ്ഞാനം ബോധനമാണ്. നമ്മളുടെ സ്വരൂപത്തിനെ കാണിച്ചു തരുമ്പോ കാണാൻ കഴിയുന്ന ആൾക്ക് ഒരു ക്ഷണത്തിലെ കഥ അവസാനിക്കും. പക്ഷേ ശങ്കരാചാര്യർ പറഞ്ഞു, അങ്ങനെ ഉണ്ടാകുന്ന ആളുകൾ വളരെ അപൂർവമാണ്. ഒരു പ്രാവശ്യം കേട്ടു ഇരുന്നു വരും. സാധാരണ ആളുകൾക്ക് തീപ്പൊരി ഒരു പൊരിയായിട്ട് വീണ് 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 ഈ പ്രോഡിജിയെ കണക്കാക്കാൻ പാടില്ല. ചിലരൊക്കെ പ്രോഡിജിയാണ്. ഇപ്പോ ത്യാഗരാജസ്വാമികൾ 9 വയസ്സിൽ കീർത്തനങ്ങളെ എഴുതാൻ തുടങ്ങി. കരിയില് വീട്ടിൽ എഴുതി വെച്ചു. അപ്പോഴാണ് അച്ഛൻ കൊണ്ടുപോയി വെങ്കട്ടരമണ ഭാഗവതരെടുത്ത് പഠിക്കാൻ കൊണ്ടാക്കണത്. കീർത്തനം എഴുതി വെച്ചിട്ടാണ് പഠിക്കാൻ പോണത്. ഒരു കരിയെടുത്ത് ചുമരില് വന്ദനമൂ രഘുനന്ദന എഴുതി വെച്ചു അത്രേ. അപ്പോഴാണ് കൊണ്ടുപോയിട്ട് വിടുന്നത്. നമ്മൾ 9 വയസ്സിൽ കീർത്തനം എഴുതണമെന്ന് പറഞ്ഞിരുന്ന നടക്കുമോ? അപസ്വരത്തോടെ പാടുമില്ലേ 30 വയസ്സിൽ തുടങ്ങിയിട്ട്? നടക്കില്ല.
എന്താന്ന് വെച്ചാൽ അത് കണക്കാക്കാൻ വയ്യ. സാധാരണ ആളുകൾക്ക് അപസ്വരത്തോടെ തന്നെ തുടങ്ങണം, പതുക്കെ 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 പോകണം. അതാണ് സാധന. അത് നമ്മളിപ്പോ അങ്ങനെ കണക്കാക്കിയിട്ടില്ലെങ്കിലും ഈ വേദാന്ത വിചാരത്തില് ആവർത്തി രസകൃതുപദേശ ശങ്കരാചാര്യർ പറഞ്ഞു, ആവർത്തിച്ച് ഈ ബോധനം കേൾക്കണം. സത്സംഗത്തിൽ ഇരുന്നു കൊണ്ടേയിരിക്കണം. അതൊരു സുഖമുണ്ടല്ലോ. ഇരുന്നു കൊണ്ട് കേട്ടുകൊണ്ട് വീണ്ടും വീണ്ടും ഇത് തന്നെ തത് കഥനം അന്യോന്യം തത് പ്രബോധനം തത് ചിന്തനം തത് കഥനം അന്യോന്യം തത് പ്രബോധനം ഏതദേകപരത്വം ച ബ്രഹ്മാഭ്യാസം വിദുർബുധാഃ. ബ്രഹ്മാഭ്യാസം എന്നുള്ളതിന് ഒരു ലക്ഷണം പറഞ്ഞു, തച്ചിന്തനം. ഈ വേദാന്ത വിഷയത്തിന് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. എത്ര കാലം ചിന്തിക്കണം? ആസുപ്തേഹേ ആമൃതേഹേ കാലം നയേത് വേദാന്ത ചിന്തയാ. നേരം വെളിച്ചായി കഴിഞ്ഞാൽ ഉറങ്ങുന്നവരെ ഗീതയോ ഉപനിഷത്തോ ഭാഗവതമോ ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ടല്ലോ. ഒരു പുസ്തകം വെച്ചുകൊണ്ട് തന്നെ ഓരോ ആളുകൾ എത്ര ജീവിക്കണു അല്ലേ? നമുക്ക് അത്ര ഗ്രന്ഥങ്ങളുണ്ട്. എല്ലാത്തിലും ഒരേ വിഷയമാണ്, ആവർത്തി. അപ്പൊ തച്ചിന്തനം തത് കഥനം അത് പറയുക, അന്യോന്യം തത് പ്രബോധനം. ഒരാൾ മറന്നാൽ വേറെ ഒരാൾ ഓർമ്മിപ്പിക്കുക. ഏതദേകപരത്വം, ഇത് തന്നെ ജീവിത വ്രതമാക്കിയിട്ടിരുന്നാൽ ബ്രഹ്മാഭ്യാസം എന്ന് പേര്. പതുക്കെ 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 ചിത്തം തദാകാരം കൊണ്ട് സ്വപ്നത്തിലും അതൊക്കെ വന്നു തുടങ്ങും. ഭാവനാമണ്ഡലം നച്ച അഭാവയത ശാന്തി അശാന്തസ്യ കുതസുഖം എന്ന് ഭഗവാൻ ഗീതയിൽ ചോദിച്ചു. ആദ്യം ഭാവനാമണ്ഡലത്തിനെ ഈ ഭൂലോകത്തിൽ നിന്നും കുറച്ചെങ്കിലും ഉയർത്തണം. കൊട്ടിയും പുള്ളും കളിക്കുമ്പോഴേ ഈ പുള്ളു ചവിട്ടൽ വെച്ചിട്ട് ഒരടി കൊണ്ട് കൊടുക്കും. ഇത്തിരി അടിച്ചാൽ ഇത്തിരി പൊന്തും. ഇത്തിരി പൊന്തി കഴിഞ്ഞിട്ട് ഒന്ന് കൊടുത്താൽ നേരെ മേലെ പോയിക്കോളും അല്ലേ? അതുപോലെ സാധാരണ പ്രാകൃത മണ്ഡലത്തിൽ നിന്നും ഇതിനെ ഉയർത്താനായിട്ട് ഭാവനാമണ്ഡലത്തില് ഭക്തി സാധനങ്ങളും ഒക്കെ ഉപയോഗപ്പെടും. അതേപോലെ സത്സംഗത്തിൽ ആവർത്തിച്ച് ഈ ബ്രഹ്മവിദ്യ കേട്ട് മനനം ചെയ്ത് ഭാവമണ്ഡലത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പടി ശാന്തി. യോഗ ഭാവന ശാന്തി, ഇതാണ് പടി. നാസ്തി ബുദ്ധി അയുക്തസ്യ നച അയുക്തസ്യ ഭാവന നച അഭാവയതഃ ശാന്തി അശാന്തസ്യ കുതസുഖം. സുഖമെന്ന് പറയണത് ഇന്ദ്രിയവേദ്യമായ ഒരു വിഷയമല്ല, യോഗമാണ് സുഖം എന്നാണ് ഭഗവാന്റെ നിർവചനം. ചിത്തം ഹൃദയത്തിൽ ചെന്ന് നിറയുമ്പോ, ഹൃദയത്തിൽ ചെന്ന് ലയിക്കുമ്പോ ഒരു നിർവൃത്തി ഉണ്ടാവും, ഒരു ഫുൾഫിൽമെന്റ്. അത് നിർവൃത്തി എന്നു പേര്. ആ നിർവൃത്തിയാണ് സുഖം. ഉദിത്ത ഇടത്തിൽ ഒടുങ്ങി ഇരുത്തൽ. ഇവിടെ എവിടെയോ എഴുതി വെച്ചിരുന്നു പണ്ട്, ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കുറെ ഉപദേശസാരം. ഹൃസ്ഥലയ മനസ്വസ്ഥതാക്രിയ ഭക്തിയോഗ ബോധാശ്ച നിശ്ചിതം. മനസ്സ് ഹൃത്സ്ഥലത്തിൽ ഹൃദയത്തിൽ സ്വസ്ഥമായിട്ടിരിക്കാം, നിശ്ചലം ശാന്തമായിട്ട് ഇരിക്കുമ്പോൾ ഒരു തീർത്ഥം ഹൃദയത്തിൽ നിറയും, ഒരു ശാന്തി, ഒരു സന്തോഷം. വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളൊക്കെ അതിന് ഉപയോഗപ്പെടുകയാണെങ്കിൽ നല്ലത്. ഇപ്പൊ നമുക്ക് നോക്കാം, ഒക്കെ നമ്മളെ വിക്ഷിപ്തമാക്കാനേ പ്രയോജനപ്പെടുന്നുള്ളൂ. ഒന്നും ശാന്തിക്ക് ഉപയോഗത്തിനൊന്നുമില്ല. ഈ ശാന്തിക്ക് ഭംഗം വരുന്ന ഏത് സാധനമാണെങ്കിലും എടുത്ത് പുറത്തേക്കിടുക, അതാണ് സാധന. എന്താ സാധന എന്ന് വെച്ചാൽ, എനിക്കും ഭഗവാനും നടുവിൽ എന്ത് നിൽക്കണോ അതെടുത്ത് ദൂരെ കളയുന്നതിന് പേരാണ് സാധന. അത് എന്ത് വേണമെങ്കിലും ആവട്ടെ, എടുത്തങ്ങോട്ട് ദൂരെ കളയുക. ഈ ശാന്തി ഭഗവാനാണ്, ശാന്തിയാണ് ആത്മാവ്, ശാന്തിയാണ് മോക്ഷം, ശാന്തിയാണ് ജ്ഞാനം, ശാന്തിയാണ് മുക്തി, ശാന്തിയാണ് ശിവൻ, ശാന്തിയാണ് വിഷ്ണു, എല്ലാം ശാന്തി. ആ ശാന്തി ആത്മാവിന്റെ സ്വരൂപമാണ്. ശാന്തി ഇല്ലെങ്കിൽ സുഖമില്ല. ശാന്തി, സുഖം, ആത്മാവ് ഒക്കെ ഒരേ വസ്തുവിന്റെ പല പേരുകളാണ്.
സത്വഭാസികാ ചിത്വവേതര സത്തയാ ഹി ചിത് ചിത്തയാ ഹി അഹം. സത്ത് തന്നെ ചിത്ത്, ചിത്ത് തന്നെ അഹം. അത് തന്നെ ശാന്തി. പൂർണ്ണമായ നിശ്ചലതത്വേ ജീവൻ മുക്തി. നിശ്ചലതത്വം. ആ ശാന്തിയെ ആശിച്ചാണ് ജനകനെ പോലെ ഒരു രാജാവ് അഷ്ടാവക്ര മഹർഷിയുടെ കാൽക്കൽ വീണ് കിടക്കുന്നത്. ഈ ജ്ഞാനി എങ്ങനെ ഉണ്ടാവുമെന്ന് പറയാൻ വയ്യ. ജ്ഞാനിയെ അറിയാൻ ഒരാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തന്നെ അയാളിൽ ജ്ഞാനം അങ്കുരിച്ചു കഴിഞ്ഞു എന്നർത്ഥം. ജ്ഞാനി എന്ന് പറഞ്ഞ് നമ്മൾക്ക് ബാഹ്യലക്ഷണമൊന്നുമില്ലല്ലോ. എവിടെയാ കിട്ടുക എന്നറിയില്ല, ആരെയാ കാണാൻ പറ്റുക എന്നറിയില്ല. ആ ജ്ഞാനിയെ ശരണാഗതി ചെയ്ത് ഭക്തിയോടുകൂടെ ഈശ്വരനെന്ന് കണ്ട് ഉപചരിച്ച് ഈ സത്യം ചോദിച്ചറിയൂ എന്നാണ് ഭഗവാൻ ദേവികാലോത്തരത്തില് ശിവൻ ദേവിക്ക് ഉപദേശിക്കുന്നതായിട്ട് അതിനെ വിവർത്തനം ചെയ്യുമ്പോൾ പറയും. ദേവികാലോത്തരം ഒരു പ്രത്യേക ഗ്രന്ഥ. പൂജയില്ല, ജപമില്ല, അയാൾക്ക് ശ്രാദ്ധാദി കർമ്മങ്ങളില്ല, ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനം ഭഗവാൻ പറയാണ്, ഈ സത്യമറിഞ്ഞ് ജ്ഞാനിയെ കണ്ടാൽ വാക്കുകൊണ്ട് സ്തുതിച്ച് ശരീരം കൊണ്ട് ദണ്ഡവത്ത് നമസ്കരിച്ച് അവിടെ പരിപൂർണ സമർപ്പണം ചെയ്ത് ഈ സത്യത്തിനെ ചോദിച്ചു മനസ്സിലാക്കിക്കൊള്ളുക. അതാണിപ്പോ ജനകൻ ചെയ്യുന്നത്. നമ്മളുടെ പരമ്പര അങ്ങനെയാണ്. ഇപ്പോ രാമേശ്വരത്ത് പോകുമ്പോ പാമ്പൻ ബ്രിഡ്ജ്, വലിയ ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജ് കഴിഞ്ഞു കഴിഞ്ഞാൽ വലതുവശത്തേക്ക് ഉള്ളിലേക്ക് ഒരു റോഡ് പോകും. അവിടെ കടലോരത്ത് എത്തിയാൽ ആ സ്ഥലത്തിന് കുന്തുഖാൽ എന്നാണ് പേര്. അവിടെയാണ് സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോ പ്രസംഗവും അമേരിക്ക വിജയവും കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇറങ്ങിയ സ്ഥലമാണ് അത്രയത്. ഷിപ്പില് വന്ന് അവിടുന്ന് ബോട്ടിൽ വന്ന് കരതൊട്ട സ്ഥലമാണ്. അപ്പൊ അവിടെ ഒരു അമ്പലമൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ അവിടെ പോയിരുന്നപ്പോ കുന്തുകാൽ എന്ന് പറഞ്ഞ് പേര് വന്നത് ഞാൻ വിചാരിച്ചു വിവേകാനന്ദ സ്വാമി കാലുകുത്തിയത് കൊണ്ടായിരിക്കോ. അപ്പൊ പറഞ്ഞു അതല്ല, രാമേശ്വരത്തെ രാജാവ് ഭാസ്കര സേതുപതി, അദ്ദേഹം വിവേകാനന്ദ സ്വാമി ഈ അധ്യാത്മമായ വിജയമൊക്കെ കഴിഞ്ഞു വരുമ്പോ കപ്പലിൽ വന്ന് ബോട്ടിൽ വന്ന് അവിടെ കാലുകുത്തുമ്പോ ഈ രാജാവ് മുട്ടുകുത്തി നിന്നിട്ട് വിവേകാനന്ദ സ്വാമികളോട് പറഞ്ഞു അത്രേ, അങ്ങയുടെ പാദം എന്റെ ശിരസിൽ വെച്ചുകൊണ്ട് ഇറങ്ങുക, എന്റെ തലയിൽ വെച്ചുകൊണ്ട് ഇറങ്ങുക എന്ന് പറഞ്ഞ് ഭാസ്കര സേതുപതി മുട്ടുകുത്തി നിന്നു. അപ്പൊ വിവേകാനന്ദ സ്വാമി പറഞ്ഞു, രാജാവിന്റെ ശിരസ് ഈശ്വരന്റെ സ്ഥാനമാണെന്നാണ് ശാസ്ത്രം പറയണത്, അതുകൊണ്ട് അങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞ് ചുവട്ടിലിറങ്ങി. അപ്പോ അങ്ങനെ രാജാവ് മുട്ടുകുത്തി നിന്ന ആ ഒരു പ്രതീകത്തില് കുന്തുകാൽ എന്ന് പേര് വന്നു എന്നാണ് കഥ. അപ്പോ അങ്ങനെ ഒരു പരമ്പര, അധ്യാത്മത്തിന് മുമ്പിൽ മുട്ടുകുത്താൻ പഠിക്കണം, പണത്തിന് മുമ്പിലും പവറിന് മുമ്പിലും ഒക്കെ മുട്ടുകുത്തരുത്. നമ്മൾക്കിപ്പോ നേരെ തിരിച്ചാണ്. രാഷ്ട്രീയക്കാര്, പണക്കാര്, ഇതൊക്കെയാണ് നമുക്ക് വലിയ കാര്യം അല്ലേ. ശാന്തി, നിർവൃത്തി, ത്യാഗം, അതിനു മുമ്പില് വണങ്ങുക എന്നുള്ളതാണ് നമ്മളുടെ പരമ്പര. ആ പരമ്പര അനാദികാലമായിട്ട് അവിഛിന്നമായിട്ടുള്ള പരമ്പരയാണ്. ഇവിടെ ജനകൻ അഷ്ടാവക്ര മഹർഷിയെ കണ്ട് വീണ് നമസ്കരിച്ചു. അഷ്ടാവക്രന്റെ അനുഗ്രഹം കൊണ്ട് ജനകന് ആത്മാനുഭവം, ഒരു സ്ഫൂർത്തി ഉണ്ടായി. ആ സ്ഫൂർത്തി ഉണ്ടായ ശേഷം ജനകൻ അഷ്ടാവക്രനെ ചെന്ന് വണങ്ങി എനിക്ക് ഉപദേശിക്കൂ എന്ന് പറയാം. ഇതാണ് വിചിത്രം. അനുഭൂതി ഉണ്ടായ ശേഷമാണ് ഉപദേശിക്കാൻ പറയുന്നത്. നമ്മളുടെ ഋഷികളുടെ മാർഗം അങ്ങനെയാണ്. ആദ്യമേ ചെന്ന് എനിക്ക് കുറച്ച് പറഞ്ഞു തരൂ എന്ന് വെച്ചാൽ ഒന്നും പറയാം. ആളുകള് വേദാന്തം, ഗീത എന്നൊക്കെ പറഞ്ഞാൽ ഇത് പാട്ട് കച്ചേരി പോലെയാണ് എടുത്തിരിക്കുന്നത്, ഒരു എന്റർടൈൻമെന്റ് പോലെ.
അനുഭവത്തിന്റെ ഒരു സ്ഫൂർത്തി വന്നു കഴിഞ്ഞാൽ ഇത് പറയുമ്പോ നേരെ ഉള്ളിൽ പോകും. അതിനുവേണ്ടി ഉത്തമ ആചാര്യന്മാരും വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ശിഷ്യനെ പലപ്പോഴും കൂടെ നിർത്തിയിട്ട് ഒന്നും ഉപദേശിക്കില്ല. ശങ്കരാചാര്യരുടെ ചരിത്രത്തിൽ തന്നെ നിങ്ങൾ ആത്മതീർത്ഥത്തിൽ കാണാം ഒരു കഥ. ഒരു സമയൻ എന്ന് പറയുന്ന ഒരു സമ്പ്രദായക്കാരൻ, അയാൾ എന്തൊക്കെയോ സമ്പ്രദായം പറഞ്ഞുകൊണ്ട് ശങ്കരാചാര്യരുടെ വഴിയിൽ വന്ന് കാണുകയാണ്. അയാൾ ഒരു ജൈനനാണ്. പക്ഷേ ജൈനന്മാരും ബൗദ്ധന്മാരും ഒക്കെ താന്ത്രികന്മാരായതുപോലെ തന്നെ ഇയാൾ കയ്യിലൊരു യന്ത്രമൊക്കെ കൊണ്ടുവന്നിട്ട് പറയാണ്, ഞാൻ ഇതുകൊണ്ട് കാലചക്രത്തിനെ തന്നെ പിടിച്ചു നിർത്തും എന്ന്. അതുകൊണ്ട് അങ്ങയുടെ അദ്വൈതം തെറ്റാണെന്നും ഞാൻ പറയണതാണ് സത്യമെന്നും അങ്ങ് ഞാൻ പറയണത് കേട്ട് കഴിഞ്ഞാൽ അങ്ങേക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ശങ്കരാചാര്യർ പറഞ്ഞു, നിങ്ങൾ തൽക്കാലം എനിക്ക് സമയമില്ല, കുറച്ചു ദിവസം എൻ്റെ കൂടെ നടക്കുന്നു. ഒരു 6 മാസം ആ മനുഷ്യന് നല്ല പക്വതയുള്ളതുകൊണ്ട് അനുസരിച്ചു 6 മാസം കൂടെ നടന്നു. 6 മാസം കഴിഞ്ഞ് യാത്ര കാശിയിലെത്തിയപ്പോൾ ഈ സമയനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് തനിക്ക് എന്തൊക്കെയോ ചോദിക്കണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഇയാള് കരഞ്ഞുകൊണ്ട് കണ്ണീര് വിട്ടുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് പറയുന്നു, അവിടുത്തോട് ഇനി ഞാൻ എന്ത് ചോദിക്കും? ആ കാരുണ്യം ഞാൻ കൂടെ ഇരുന്ന് കണ്ടു. ജീവൻ മുക്തൻ എന്താണ്, ജ്ഞാനിയുടെ സ്ഥിതി എന്താണ്, ആത്മാനുഭവ രഹസ്യം എന്താണെന്ന് കണ്ടിട്ട് ഇനി ഞാൻ എന്ത് ചോദിക്കും? നാരായണ ഗുരുസ്വാമി ഒരിക്കലും ട്രെയിനിൽ പോകുമ്പോൾ ഒരാൾ കൂടെ ഇരുന്നിട്ട് ചോദിച്ചു, എന്താ ജാതി എന്ന് ചോദിച്ചു. ഇന്നത്തെ കാലത്താണെങ്കിൽ ഇപ്പൊ തന്നെ വലിയ ബഹളായിക്കളയും അല്ലേ, അത് പഴയ കാലത്ത് ചോദിക്കുക സാധാരണയായിരുന്നു. എന്താ ജാതി എന്ന് ചോദിച്ചു. അപ്പൊ നാരായണ ഗുരു തിരിച്ചു ചോദിച്ചു, കണ്ടിട്ട് എന്ത് തോന്നുന്നു ചോദിച്ചു. കണ്ടിട്ട് മനസ്സിലായില്ല, അതുകൊണ്ടാ ചോദിച്ചത്. കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവുമോ ചോദിച്ചു. കണ്ടിട്ട് തന്നെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവുമോ ചോദിച്ചു. കൂടെ ഇരുന്ന് ആ അനുഭവസ്ഥിതിയെ കണ്ട് പിന്നെ ചോദ്യമൊന്നും ചോദിക്കാനില്ല എന്ന്. അപ്പൊ അഷ്ടാവക്രൻ ജനകൻ വീണ് നമസ്കരിച്ച് സന്ദർഭം നോക്കി ചോദിക്കുകയാണ്. പരിപ്രശ്നേന സേവയ. ഭഗവാൻ ഗീതയിൽ പറയണു, ജ്ഞാനികളെ ചെന്ന് പ്രണിപാതപുരസ്സരം സമീപിച്ച് സന്ദർഭം നോക്കി സേവ ചെയ്തിട്ട് ചോദ്യം ചോദിക്കും. എന്തിനാന്ന് വെച്ചാൽ ഒരു ടൈം സ്പാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ടൈം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഗ്യാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചു കാലം പരിചയപ്പെടൂ. എന്താന്ന് വെച്ചാൽ ജ്ഞാനിയെ പരിചയപ്പെടാനുണ്ട്. ജ്ഞാനി ആ ശരീരമല്ല. കാണുന്നവർക്ക് ശരീരം പോലെ തോന്നും, നമ്മളെപ്പോലെ ഒരാളാണല്ലോ എന്ന് തോന്നും. കുറേ കഴിയുമ്പോഴാണ് അറിയണത് നദി കടലിന്റെ അടുത്ത് ചെന്ന് ചേർന്ന് കഴിഞ്ഞ് പിന്നെയാണ് നോക്കണത് അത്ര ഇത് നദിയല്ല. നദി കടലിൽ ചെന്ന് ചേർന്നിട്ട് കടലിനോട് പറഞ്ഞു അത്രേ, ഐ എം വെരി സോറി, ഞാൻ എന്നെ പോലെ ഒരു നദിയെ അന്വേഷിച്ചും കൊണ്ടാണ് വന്നത്. അങ്ങ് അനന്തമായിട്ട് അപരിമിതമായിട്ട് ഇരിക്കണു, എനിക്ക് ചേർന്ന് യോജിച്ച ആളല്ല അങ്ങ് എന്ന് പറഞ്ഞു അത്രേ. അപ്പൊ സമുദ്രം പറഞ്ഞു അത്രേ, ശരി, നീ നിന്നെ നോക്കൂ, നീ നിന്നെ നോക്കുക. അപ്പൊ നദി തന്നെ നോക്കുമ്പോ താനേയും കാണാനില്ല, താനും കടലായിട്ട് മാറിയിരിക്കണു, തനിക്കും നാമവും രൂപവും ഒന്നും ഇല്ലാതായിരിക്കണു. അങ്ങനെ ആ അപരിമിത സ്ഥിതി, ജ്ഞാനിയുടെ സ്ഥിതി കൂടെ ഇരുന്നവർക്ക് കുറെ കഴിയുമ്പോൾ അറിയാം ഇയാള് വ്യക്തിയല്ല എന്നറിയാം. അതാണ് വലിയൊരു അറിവ്. കൂടെ ഇരുന്ന് കഴിയുമ്പോൾ അറിയാം ഇയാള് വ്യക്തിയല്ല, ഇത് ഒരാളല്ല. നമ്മളൊരാളാണെന്ന് പറഞ്ഞിട്ടാണ് അടുത്തത്. കുറെ കഴിയുമ്പോൾ മനസ്സിലായി ഇതൊരു ആളൊന്നുമല്ലാതെ ഇതൊരാളെ പോലെ തോന്നുന്ന എന്തോ ഒരു സത്വം, അതിനകത്ത് അഖണ്ഡമായ പൂർണ്ണമായ വേറെ ഏതോ ഒരു വസ്തു പ്രവർത്തിക്കുന്നു, ഒരു ശക്തി പ്രവർത്തിക്കും. നമ്മുടെ മഹർഷിയെ കണ്ടിട്ട് ഈ നമ്മളുടെ സമ്പ്രദായമൊന്നും പരിചയമില്ലാത്ത ഹംഫ്രീസ് എന്ന് പറയുന്ന ഒരു ഫോറിനർ എഴുതി, ഹിസ് ബോഡി വാസ് ഓൾമോസ്റ്റ് ലൈക്ക് എ ഡെഡ് കോർപ്സ്, ബട്ട് ത്രൂ ഹിസ് ഐസ് ഗോഡ് വാസ് റേഡിയേറ്റിംഗ് ടെറിഫിക്കലി. ആ ശരീരം ജഡമായി ശവം പോലെ നിശ്ചലമായിരുന്നു, പക്ഷെ ആ കണ്ണുകളിലൂടെ ഞാൻ ഈശ്വരനെ കണ്ടു. ഉജ്ജ്വലമായി ഈശ്വര ചൈതന്യം പ്രകാശിച്ചു. ഈശ്വര ചൈതന്യം എന്ന് പറഞ്ഞാൽ ഈശ്വര ചൈതന്യം നമുക്കറിയോ? പക്ഷെ അതറിയണം. ആ പൂർണ്ണത്വം,
അറിയാനായിട്ടാണ് പരിപ്രശ്നവും സേവയും ഒക്കെ വിധിക്കുന്നത്. കൂടെ ഇരുന്ന് പതുക്കെ 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 അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇനി മേലാൽ ചോദിക്കാം. വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളാം, അല്ലാതെ അറിയാനുണ്ടെങ്കിൽ ചോദിച്ചുകൊള്ളാം. അങ്ങനെ ജനകൻ അഷ്ടാവക്രനോട് ചോദിക്കുകയാണ്, കഥം ജ്ഞാനമവാപ്നോതി, കഥം മുക്തിർഭവിഷ്യതി, വൈരാഗ്യം ച കഥം പ്രാപ്തം, ഏതദ് ബ്രൂഹി മമ പ്രഭോ. ജ്ഞാനം, മുക്തി, വൈരാഗ്യം, 3 വിഷയങ്ങളെയാണ് ചോദിക്കുന്നത്. ജ്ഞാനം എങ്ങനെ നേടിയെടുക്കും? സർവസ്വതന്ത്രത എങ്ങനെ സാധ്യമാവും? ആത്മാവല്ലാത്ത ഇതര വിഷയങ്ങളിൽ നിന്നും മനസ്സെങ്ങനെ വിട്ടുവരും? വൈരാഗ്യം. ലോകത്തിൽ പലതിലും ചെന്ന് പെട്ടുകിടക്കുന്നു ചിത്തം. അതിൽ നിന്നൊക്കെ വിട്ടുവന്ന് അപൂർണത്തിൽ മനസ്സെങ്ങനെ നിൽക്കും? വൈരാഗ്യം ച കഥം പ്രാപ്തം, ഏതദ് ബ്രൂഹി മമ പ്രഭോ. ഹേ പ്രഭോ, എനിക്ക് ഇത് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ അഷ്ടാവക്രൻ പറയാണ്. അഷ്ടാവക്ര ഉവാച. നോക്കൂ, അഷ്ടാവക്ര സംഹിത മേലെ മേലെ പോകും തോറും സ്വതന്ത്രമായ ഗ്രന്ഥമാണ്. അതുകൊണ്ട് ഇന്നും ആധുനിക ലോകത്തിൽ കുറെ ആളുകൾക്ക് ഈ പുസ്തകം നല്ല ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ നടക്കുമെന്നാ പറയണം, സ്വതന്ത്രമായിട്ട്. ഗീതയെ ഒരാൾ വ്യാഖ്യാനിച്ചു. ഗീതയിൽ എന്താ ഭഗവാൻ പറയണത് എന്ന് വെച്ചാൽ ധർമ്മമൊക്കെ വിട്ടിട്ട് തോന്നിയ പോലെ നടക്കാന്ന്. ഗീത എങ്ങനെ പറയണെന്ന് വെച്ചാൽ സർവധർമാൻ പരിത്യജ്യ യഥേച്ഛസി തഥാ കുരു. ഒരു ശ്ലോകത്തിന്റെ ഒരു പകുതി ഒരു സ്ഥലത്ത്, വേറൊരു പകുതി വേറൊരു സ്ഥലത്ത്. സർവധർമാൻ പരിത്യജ്യ യഥേച്ഛസി തഥാ കുരു. അതുപോലെ ഇവിടെ അഷ്ടാവക്ര സംഹിതയിൽ നടുവിൽ പോയി എടുത്താൽ അങ്ങനെ തോന്നും. എന്താന്ന് വെച്ചാൽ ജ്ഞാനത്തിനെ ബോധനം ചെയ്തിട്ടാണ് പറയണത്. ആശൈപോൽ ഉലകിൽ വിളയാടുവീര എന്ന് പറഞ്ഞു ഭഗവാൻ. യോഗവാസിഷ്ഠത്തിൽ നിന്ന് ഒരു ശ്ലോകം എടുത്ത് വിവർത്തനം ചെയ്ത് തമിഴ് പറഞ്ഞു. ഈ സത്യം അറിഞ്ഞിട്ട് ഈ സത്യത്തിനെ അനുഭവത്തിൽ വെച്ചുകൊണ്ട് ചുമ്മാ അങ്ങോട്ട് കളിക്കുക ലോകത്തിൽ. ആശൈപോൽ ഉലകിൽ വിളയാടുവീര, வேண்டியவார் வேடத்தியவாறு வேலைகளை வெளியே செய்து ചിത്തം പോൽ ആശൈ പോൽ ഉലകിൽ വിളയാടുവീരാൻ. വേഷത്തിനനുസരിച്ച് എന്ത് ജോലിയാണോ നിനക്ക് ലോകത്തിൽ ചെയ്യാനുള്ളത്, പ്രാരബ്ധമനുസരിച്ച് എന്ത് പ്രവൃത്തിയാണോ നിന്റെ തലയിൽ വിധിച്ചിരിക്കുക, അത് ചെയ്തുകൊണ്ട് ചുമ്മാ അങ്ങോട്ട് ലോകത്തിൽ ഈ സത്യം അറിഞ്ഞ് അതിന്ന് പിടിവിടാതെ അങ്ങോട്ട് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കൂ. പക്ഷെ അതിനു മുമ്പ് സത്യം അറിഞ്ഞെന്നൊരു വാക്കുണ്ട്, അത് മറന്നു കളയരുത്. അതിനാണ് വൈരാഗ്യം ച കഥം പ്രാപ്തം. വൈരാഗ്യമും ജ്ഞാനമും മുക്തിയും സർവസ്വതന്ത്രത. അപ്പോ നോക്കൂ, വേദാന്തമെല്ലാം ഒരേ സമ്പ്രദായമാണ്. ഈ ജ്ഞാനത്തിന് മുമ്പ് ഒരു കണ്ടീഷൻ പറഞ്ഞു വേദാന്തികള്. കുറെയൊക്കെ ഇന്ദ്രിയ നിഗ്രഹവും മനോനിഗ്രഹവും സംസ്കാരമൊക്കെ വേണംപ്പാ. ഈ സംസ്കാരം സാധനകൾ കൊണ്ട്, ഉപാസനകൾ കൊണ്ട് സാധിക്കേണ്ടതാണ്. ജ്ഞാനം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സംസ്കാരവും വളർത്താൻ പറ്റില്ല. അതൊക്കെ ആദ്യം തന്നെ വേണം. അതുകൊണ്ട് സാധനാചതുഷ്ടയ സമ്പത്തിയെ മുൻകൂട്ടി പറഞ്ഞു വെച്ചു ശാസ്ത്രങ്ങളിൽ. ഉപാസനാമണ്ഡലത്തിൽ തന്നെ പറഞ്ഞു വെച്ചു. 4 കാര്യമാണ് സമ്പ്രദായം എന്ന് പറഞ്ഞാൽ: ജ്ഞാനം, വിജ്ഞാനം, രഹസ്യം, അംഗം. ഈ 4 എണ്ണമാണ്. ജ്ഞാനം എന്ന് പറഞ്ഞ് ശാസ്ത്രത്തിലുള്ളത്. വിജ്ഞാനം എന്ന് പറയുന്നത് ഗുരുവിന്റെ അനുഭൂതി. രഹസ്യം എന്ന് പറയുന്നത് എല്ലാ സമ്പ്രദായത്തിലും നമ്മൾക്ക് യുക്തിക്ക് നിരക്കാത്ത ചിലതുണ്ടാവും. ഇപ്പോ രമണ മഹർഷിയുടെ ഉപദേശം എവിടെ വായിച്ചാലും ലോകത്തിലെല്ലാവർക്കും വളരെ അപ്പീലിംഗ് ആണ്. ഞാൻ ആര് എന്നുള്ള വിചാരം ഇത്ര ക്ലീനാണ്. ഇതും കൊണ്ട് തിരുവണ്ണാമലയിൽ വരുമ്പോണ്ട് ഞങ്ങളിതാ ഒരു മലയെ ചുറ്റി പ്രദക്ഷിണം ഭസ്മമൊക്കെ ഇട്ട്. ഇതിനും എന്താ സംബന്ധം? ഒരു ഇംഗ്ലീഷുകാരൻ എന്നോട് ചോദിച്ചു. ഇറ്റ്സ് സോ റാഷണൽ, ടീച്ചിങ് ഈസ് സോ ക്ലിയർ. ഹു ആം ഐ? എത്ര ക്ലിയർ ആയിട്ട് ഇരിക്കണു. പിന്നെ ഇവിടെ വന്ന് ഈ മല ചുറ്റണത്, ഈ മലയെ പ്രദക്ഷിണം ചെയ്യുക, ഇത് ദൈവമാണെന്ന് പറയുക, ഇതാണ് എനിക്ക് മനസ്സിലാവാത്തതെന്ന്. അപ്പൊ അയാളോട് ഞാൻ ചോദിച്ചത്, നിങ്ങൾ എന്നാ വന്നത്? ഇന്ന് രാവിലെ വന്നു. ഞാൻ 1 മാസം കഴിഞ്ഞിട്ട്
പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നു. ഒരു മാസം കഴിഞ്ഞ് ഞാൻ ഈ മൂപ്പരെ ഇവിടുന്ന് ഇതുവരെ ഭസ്മം ഇട്ടിട്ട് പ്രദക്ഷിണം ചെയ്യണമെന്ന് കണ്ടു. അപ്പൊ അയാളോട് ചോദിച്ചു, എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. ഐ ഡോണ്ട് നോ. പക്ഷെ എന്തോ അത് ലോജിക്കൊന്നുമില്ല. അതിനാണ് രഹസ്യം എന്ന് പറയുന്നത്. ഒരു കണക്ടിങ് ലിങ്കാണത്. അത് ശാസ്ത്രം പറയണതിനും അനുഭൂതിക്കും നടുവിലുള്ള ഒരു കണക്ടിങ് ലിങ്ക് എല്ലാ അധ്യാത്മ സമ്പ്രദായത്തിലും ഈ ഒരു രഹസ്യം എന്ന് പറയുന്നത് ഉണ്ടാവും. ഒരു സ്ട്രീം, ഒരു സാധനാ സമ്പ്രദായം ഒന്നുണ്ടാവും. അതിൽ പല കാര്യങ്ങളുണ്ടാവും. ഇഷ്ടദേവതയോ പലതുണ്ടാവും, മന്ത്രമോ ഒക്കെ ഉണ്ടാവും. രഹസ്യം. പിന്നെ അംഗം എന്ന് പറയുന്നത് ശിഷ്യന്റെ യോഗ്യതയാണ്. വിവേകം, വൈരാഗ്യം, ശമം, ദമം, ഉപരതി, ശ്രദ്ധ, സമാധാനം, ഇയാൾക്ക് ഉള്ള പരിശുദ്ധി, ഉപാധിശുദ്ധി, ഈ 4 ഉണ്ടെങ്കിൽ ആ ശിഷ്യൻ പൂർണ്ണനാവാതെ ഇരിക്കില്ല. ഗുരു ജ്ഞാനിയായിരിക്കണം, വേദാന്തശാസ്ത്ര പ്രതിപാദ്യമായ വിഷയം കേൾക്കണം, ഊന്നുകോലായിട്ട് ഉപാസന ഉണ്ടാവണം. ശിഷ്യന് ഈ ചതുഷ്ടയ സമ്പത്തിയുടെ മുഴുവനായി ചതുഷ്ടയ സമ്പത്തി ആർക്കും ഉണ്ടാവില്ല. കുറച്ചൊക്കെ വേണം. ഒരു നേരെ ഒരു അറ്റ്ലീസ്റ്റ് യു ഷുഡ് ബി എ ജെന്റിൽമാൻ. ഒരു നേരെ ചൊവ്വേ, ഒരു സത്യനിഷ്ഠ, ഒരു ഉള്ളൊன்று വൈത്ത് പുറമൊன்று പേശുവാർ ഉറവ് കലവാമൈ വേണ്ടും എന്നൊരു സിദ്ധൻ പാടി. ഉള്ളിലൊന്ന് വെക്കുക, പുറത്തൊന്ന് പറയുക. ഇയാള് നടക്കുന്നത് കിഴക്കോട്ട്, എവിടേക്കാ പോണെന്ന് ചോദിച്ചാൽ വടക്കോട്ടെന്ന് പറയും, പോകേണ്ടത് തെക്കോട്ടാണ്. ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിംഗ് പേഴ്സണാലിറ്റി. അങ്ങനെ അല്ലാതെ ഇരിക്കുക. ഇതൊക്കെ ശിഷ്യനുണ്ടെങ്കിൽ 4ഉം കൂടി കറക്റ്റായിട്ട് പരിപാകത്തിൽ ചേർന്നാൽ, പാചകം ചെയ്യുമ്പോൾ നമ്മളൊരു നയിപ്പ് എന്ന് പറയില്ലേ, ആ നയിപ്പ് അപ്പോ ഇഫക്റ്റ് ആവും. ഇഫക്റ്റ് ആവാതെ ഇരിക്കുകയേ ഇല്ല. അതുകൊണ്ട് ശാസ്ത്രത്തിനെ കുറ്റം പറയണ്ട, സമ്പ്രദായത്തിനെ കുറ്റം പറയണ്ട. നമ്മളുടെ ഉള്ളിലുള്ള കുറവുകൾ നികത്തിക്കഴിഞ്ഞാൽ ബാക്കി ശരിയാവുന്നതാണ്. അപ്പൊ അഷ്ടാവക്രൻ അതുകൊണ്ട് സമ്പ്രദായ പരിപാലനമായിട്ട് ആദ്യം തന്നെ അങ്ങോട്ട് പറയണത്, മുക്തിമിച്ഛസി ചേത്താത്. താത് എന്ന് വെച്ചാൽ കുട്ടി, പ്രിയത്തോടെ വിളിക്കുകയാണ്. കുട്ടി, ഗുരുവിന് ശിഷ്യന് എത്ര വയസ്സായ ആളാണെങ്കിലും കുട്ടിയാണ്. അപ്പനേന്ന് വിളിക്കാം. അത് പഴയ മലയാളത്തിലൊക്കെ പ്രയോഗമാണ്, അപ്പനേന്ന്. താത. വിവേകാനന്ദ സ്വാമികളുടെ ആദ്യത്തെ ശിഷ്യൻ സദാനന്ദൻ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററാണ്. അദ്ദേഹം വിവേകാനന്ദ സ്വാമികളെക്കാൾ 20-25 വയസ്സ് വലുതാണ്. എപ്പോഴും ബേട്ടാന്നേ വിളിക്കുള്ളൂ. അത് നാച്ചുറലാണ്, അതൊരു ആർട്ടിഫിഷ്യൽ ഒന്നുമല്ല. അതങ്ങനെ അറിയാതെ വന്നു പോണതാണ്, ഇവരുടെ ഭാവം കൊണ്ട് വന്നു പോണതാണ്. അതുപോലെ ഇവിടെ അഷ്ടാവക്രൻ ജനകനെ, ഹേ താത്ത, മുക്തിമിച്ഛസി ചേത്ത്, എനിക്ക് സർവസ്വാതന്ത്ര്യം വേണം എന്നുണ്ടെങ്കിൽ വിഷയാൻ വിഷവത്യജ, നിന്റെ മനസ്സിനെ വിശിൻവന്തി സ്വേനരൂപേണ നിരൂപണീയം കുർവന്തി ഇത് വിഷയാഹ. അതായത് വിഷയം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, ഏതൊന്നാണോ നമ്മൾ അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ കയറിയിരുന്ന് മനസ്സിന്റെ പാർട്ട് ആൻഡ് പാർസലായിട്ട് തീരുന്നത്, അതിന് പേര് വിഷയം. നമ്മളതിൽ ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിലേക്ക് അതങ്ങോട്ട് കയറി ഇരുന്ന് കളയും. രണ്ടും കൂടെ മിക്സായാൽ പിന്നെ പിരിക്കാൻ പറ്റില്ല. അതിനാണ് വിഷയം എന്ന് പേര്. കുറേ സിനിമ കണ്ടു, പല വിഷയങ്ങൾ കണ്ടു, പല ലോകവർത്തമാനങ്ങൾ പറഞ്ഞു, ഒക്കെ മനസ്സിൽ കയറിയിരുന്നു. പിന്നെ ധ്യാനിക്കാനിരുന്ന നീ പോയിക്കും. ആദ്യം പുറമേ നിന്നും ഈ ധ്യാനത്തിന് പ്രതിബന്ധമായിട്ടുള്ള വിഷയങ്ങളെ വിഷവത്യജ, വിഷം പോലെ തള്ളിക്കളയൂ. ഇത് ചെയ്യാതെ മുന്നോട്ട് പോകാനേ പറ്റില്ല. നമ്മൾക്ക് ഏതേത് നമ്മളെ പതിപ്പിക്കുമോ, നമ്മളുടെ സമാധാനം കെടുത്തുമോ. ആദ്യം കുറച്ച് അധ്യാത്മ സാധനയ്ക്ക് ഒരു സഹായമായിട്ട് ഒരു കാര്യം പറയാം. 4 എണ്ണം വാങ്ങിച്ചു വെച്ചോളാം. ഒന്ന് ചെട്ടിയാരുടെ ആ ബൊമ്മ, അല്ലേ, ഇങ്ങനെ തലയാട്ടിക്കൊണ്ടേയിരിക്കും, കണ്ടിട്ടുണ്ടോ? അത് വീട്ടിൽ വാങ്ങി വെച്ചോളാം. എന്നിട്ട് ആര് എന്ത് പറഞ്ഞാലും ഇങ്ങനെ ആട്ടിക്കൊള്ളാം. ഒന്നും ഇങ്ങനെ ആട്ടാൻ പാടില്ല. ഇങ്ങനെ ആട്ടും. എന്താ ശരി എന്ന് പറഞ്ഞാൽ പോയി കളയും, ഉള്ളിലേക്ക് കയറ്റാൻ പാടില്ല. പിന്നെ 3 കുരങ്ങന്മാര്, 2 ചെവിയും പൊത്തിയിട്ട് ഒരു കുരങ്ങൻ, വായ അടച്ചിട്ട് ഒരു കുരങ്ങൻ, കണ്ണുമൂടിയിട്ട് ഒരു കുരങ്ങൻ. ഈ 3 കുരങ്ങന്മാരും വാങ്ങി വെച്ചാൽ, അതായത് വേണ്ടാത്ത ഒന്നും കാണണ്ട, വേണ്ടാത്ത ഒന്നും കേൾക്കണ്ട, അനാവശ്യമായി ഒന്നും പറയണ്ട.
ആവശ്യമില്ലാതെ ഇത് അങ്ങോട്ട് അടച്ചു പിടിച്ചാൽ പല കുഴപ്പങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും. അതുകൊണ്ട് നമ്മളെ ചഞ്ചലപ്പെടുത്തുന്ന വികല്പത്തിന് ആളാക്കുന്ന വിഷയങ്ങളെ വിഷം പോലെ അങ്ങോട്ട് മാറ്റിവെച്ചോളാം. വിഷയാൻ വിഷവത്യജ. വിഷം എന്ന് പറയുന്നത് ഹീനോപമാണ്. വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യർ പറഞ്ഞു, വിഷം എന്ന് പറയണത് തിന്നാലേ ചത്തുപോകുള്ളൂ, ഇതിനെ കണ്ടാ ചത്തുപോകും, അത് ജന്മജന്മാന്തരങ്ങളിലേക്കും ബാധിക്കും. വിഷം ഏകദേഹഹരം വിഷം. ഈ വിഷയം എന്ന് പറയുന്നത് ജന്മാന്തരഘ്നമുച്യത്തെ ദോഷേണ തീവ്രോ വിഷയ കൃഷ്ണസർപ്പ വിഷാദപി വിഷം നിഹന്തി ഭോക്താരം ദ്രഷ്ടാരം ചക്ഷുഷാപ്യയം. കണ്ണുകൊണ്ട് കണ്ടാൽ തന്നെ ഇത് നമ്മളെ ചഞ്ചലപ്പെടുത്തി കളയുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളെ ഇത്തിരി ഇങ്ങോട്ട് മാറ്റിവെക്കാതെ വിഷവത്ത്, വിഷം പോലെ. വിഷം നമ്മൾ ആശിച്ചെടുത്ത് തിന്നില്ലല്ലോ. വിഷവത്യജ. പിന്നെന്താ വേണ്ട? ക്ഷമാർജവ ദയാതോഷ സത്യം പീയൂഷവത് ഭജ. അഷ്ടാവക്രൻ പറഞ്ഞു ക്ഷമ. വേദാന്തം തന്നെയാണ്. വേദാന്തത്തിൽ ആദ്യം ഒരു പാഠം പഠിപ്പിച്ചു നമുക്ക്. എന്താന്ന് വെച്ചാൽ വരുന്ന വിഷമങ്ങളൊക്കെ സഹിച്ചുകൂടാന്നാണ്. ഒരാളോടും കംപ്ലൈന്റ് പറയാതെ. ഇതിന് തിതിക്ഷ എന്ന് വേദാന്തികൾ പറഞ്ഞു. സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സാ തിതിക്ഷ നിഗദ്യത്തെ. ഇപ്പോ രമണ ഭഗവാന് ക്യാൻസർ വന്നു, സാർക്കോമ, ഭയങ്കര വേദനയുള്ള വ്യാധി. ആ വ്യാധി വന്നപ്പോ ഭഗവാൻ പ്രസന്നമായി ശാന്തമായി ചിരിച്ചുകൊണ്ട് ഇരുന്നു. വരുന്ന ആളുകളോടൊക്കെ അവരുടെ കാര്യങ്ങൾ ചോദിച്ച് ജ്ഞാനത്തിനെ ഉപദേശിച്ചുകൊണ്ടും മൗനത്തിലും ഇരുന്നു. അതാണ് എല്ലാവർക്കും വലിയൊരു ആശ്ചര്യം. അത് ജ്ഞാനത്തിന്റെ ബലമല്ല, അത് വാസ്തവത്തില് അത് ഭഗവാന്റെ സഹജ സ്വഭാവമാണ്. ആ വേദനയെ സഹിച്ചും കൊണ്ടിരുന്നു എന്നുള്ളത് ജ്ഞാനത്തിന് മുമ്പ് തന്നെ വരേണ്ട ഒരു സ്വഭാവമാണ്. ജ്ഞാനമില്ലാത്ത ചില ആളുകൾക്കും അതുണ്ടാവും. ഇപ്പൊ രാമകൃഷ്ണദേവൻ കൊച്ചുകുട്ടിയെ പോലെ കരഞ്ഞു. നിങ്ങൾ വേറെ അങ്ങോട്ട് നോക്കും, അപ്പൊ നോക്കിയാൽ തോന്നും രാമകൃഷ്ണദേവൻ ജ്ഞാനിയല്ല എന്ന് തോന്നും. എന്താന്ന് വെച്ചാൽ ദേവിയോട് ചെന്ന് ഞാൻ കംപ്ലൈന്റ് പറഞ്ഞു, നോക്കൂ എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, തൊണ്ട വേദനിക്കണു എന്ന് ഒരുപാട് കരഞ്ഞു അത്രേ. അപ്പോ ശിഷ്യന്മാരോട് പറയാ എനിക്കൊന്നും കഴിക്കാൻ വയ്യ, തൊണ്ടയിലാണ് ക്യാൻസർ. അപ്പൊ ദേവി പറഞ്ഞു, ദേവി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് ജ്ഞാനമാണ് ദേവി, തന്റെ ഉള്ളിലുള്ള അനുഭൂതിയെ തന്നെയാണ് ദേവി എന്ന് പറയുന്നത്. ദേവിയോട് ഞാൻ പറഞ്ഞു എനിക്കൊന്നും കഴിക്കാൻ വയ്യ അമ്മേ, തൊണ്ട വേദനിക്കണു. അപ്പൊ ദേവി പറഞ്ഞു അത്ര, ഈ വായക്കൂടെ കഴിച്ചാലേ കഴിച്ചതാവുള്ളൂ, എല്ലാ വായിൽ കൂടി നീ കഴിക്കണില്ലേ, എല്ലാ വായിലൂടെയും നീ തന്നെയല്ലേ കഴിക്കണത്, ഈ വായിൽ കൂടെ തന്നെ കഴിക്കണോ ചോദിച്ചു അത്രേ. അത് തന്നെ ജ്ഞാനം. ഈ ശരീരം മാത്രം ഞാനെന്ന് വിചാരിച്ചിട്ടല്ലേ ഇത് കൂടെ കഴിക്കണം എന്ന് പറയുന്നത്. എല്ലാ ശരീരവും ഞാൻ തന്നെ, എല്ലാവരുടെ ഉള്ളിലും ഒരേ അന്തര്യാമിയായ ഒരേ ആത്മാവായിട്ട് ഞാൻ തന്നെ വിശ്വാത്മാവായിട്ട്. അപ്പൊ എന്തിനാ ഈ ശരീരത്തിന് മാത്രം ഒരു പ്രത്യേകത? അതുകൊണ്ട് ക്ഷമ എന്ന് പറയുന്നത്, സഹനം എന്ന് പറയുന്നത് ആദ്യം തന്നെ പഠിക്കുകയാണ്. അതൊക്കെ അതിനാണ് ഈ തണുപ്പും ചൂടും ഒക്കെ സഹിച്ചൊക്കെ ഇരിക്കണത്. തണുപ്പും ചൂടും സഹിക്കണത് പിന്നെയും പോട്ടെ, ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങൾ, പ്രശ്നങ്ങൾ. ത്യാഗരാജസ്വാമികൾ ഒരു കീർത്തനത്തിൽ പറയുന്നു, രാമന്റെ അടുത്ത് ചെന്ന് തന്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ രാമൻ എന്താ ഉപദേശിച്ചത് എന്ന് പറയാ. രാമന്റെ അടുത്ത് ചെന്ന് പറയുമ്പോ, ഞാൻ നേദിച്ചതൊക്കെ അങ്ങ് സ്വീകരിച്ചു, ഞാൻ പാടിയ കീർത്തനങ്ങളൊക്കെ അങ്ങ് സ്വീകരിച്ചു, ഞാൻ സ്തുതിച്ചതൊക്കെ അങ്ങ് സ്വീകരിച്ചു, എന്റെ ജീവിതത്തിലെ വിഷമങ്ങളൊക്കെ ഒന്ന് പറയുമ്പോ അപ്പൊ രാമൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ സഹിച്ചുള്ള എന്ന് പറഞ്ഞു അത്ര. ഭാഗവതന്മാർ അങ്ങനെയാണ് എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ആ സഹിക്കൽ എന്ന് പറയുന്നത് ഒരു സമാധിയാണ്. സഹിക്കുക എന്ന് പറയുന്നത് ഒരു സമാധി അനുഭവമാണ്. സുഖം മാത്രം, സുഖം വന്നാൽ നമ്മൾ ആരെയും കംപ്ലൈന്റ് ചെയ്യുമോ? പറയൂ. നല്ല സമാധാനമായിട്ടിരിക്കുമ്പോ ജ്യോത്സ്യരെ ഒന്ന് നോക്കൂ, എന്താ രാശി, ഇതിനെന്താ പരിഹാരം, ഇത് നല്ലതൊക്കെ നടക്കണു, ഇതിന് വല്ല പ്രായശ്ചിത്തം ചെയ്യണമെന്ന് പറയൂ. വിഷമം വന്നാൽ ഉടനെ ജ്യോത്സ്യന്റെ അടുത്ത് പോയി, അല്ലേ? എന്താന്ന് വെച്ചാൽ സുഖത്തിനെ നമ്മൾ സ്വീകരിക്കണു, ദുഃഖത്തിനെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറല്ല. ദുഃഖത്തിനെ ഒന്ന് സ്വീകരിക്കാൻ പഠിച്ചാൽ, അദ്വൈതം എന്ന് പറഞ്ഞാൽ സുഖമെന്നും ദുഃഖമെന്നും രണ്ടില്ല എന്നർത്ഥം. ദുഃഖവും ആത്മാവ് തന്നെ, സുഖവും ആത്മാവ് തന്നെ. ഇന്നിപ്പോ വരുന്നതിന് മുമ്പ് ഭഗവാന്റെ ടോക്സ് എടുത്ത് ഞാനിവിടെ നെല്ലിശ്ശേരിയിൽ നിന്ന് എടുത്ത് വായിച്ചു കൊടുത്തുള്ളൂ. ജ്ഞാനിക്ക് ദേഹാത്മബുദ്ധി ഇല്ലേ?
ഒരു ശിഷ്യൻ ചോദിക്കുക ഭഗവാന്റെ അടുത്ത്. ഇപ്പോ ഉദാഹരണത്തിന് ഭഗവാന്റെ ശരീരത്തിൽ തേനീച്ച കൊത്തിയാൽ വേദനിക്കില്ലേ? ഇതാണ് ചോദ്യം. അപ്പൊ മഹർഷി പറയാണ്, ജ്ഞാനിക്കും വേദനിക്കും, അജ്ഞാനിക്കും വേദനിക്കും. ജ്ഞാനിക്കും ദേഹാത്മബുദ്ധിയുണ്ട്, അജ്ഞാനിക്കും ദേഹാത്മബുദ്ധിയുണ്ട്. ഒരു വ്യത്യാസമേ ഉള്ളൂ. അജ്ഞാനി ഈ ദേഹം മാത്രമാണ് ഞാൻ എന്ന് വിചാരിക്കണു. ജ്ഞാനിക്ക് എല്ലാം ആത്മസ്വരൂപമാണ്. കൊത്തുന്ന തേനീച്ചയും ആത്മാവാണ്, വേദനയും ആത്മാവാണ്. ഇതിപ്പോ മനസ്സിലാവണമെങ്കിൽ നല്ലവണ്ണം വിശദമായിട്ട് തീരണം ഉള്ളിൽ. അപ്പൊ മനസ്സിലാവും. ഈ കൊത്തുന്ന തേനീച്ചയും ആത്മാവാണ്. അതുകൊണ്ട് എന്താവുന്ന വേദനയും. ഒരു സ്ക്രീനില് സിനിമ എന്തൊക്കെ കണ്ടാലും ഒക്കെ സ്ക്രീൻ തന്നെയാണ്. അതുപോലെ അധിഷ്ഠാനത്തിനെ അറിഞ്ഞു കഴിയുമ്പോൾ ആ അധിഷ്ഠാനത്തിൽ വരുന്ന സുഖമും ദുഃഖമും മാനമും അപമാനമും നല്ലതും ചീത്തയും ജീവിതം സമഗ്രമായിട്ട് ദിവ്യമാണ്. അല്ലാതെ ഈ പൂജാമുറിയിൽ മാത്രമല്ലാതെ. ഉപനിഷത്തിന് പൂജാമുറിയൊന്നുമില്ല. കർമ്മേതി ഹസ്തയോ ഗതിരിതി പാദയോ വിമുക്തിരിതി പായൗ. ശ്രുതി പറയണത് ബ്രഹ്മം എങ്ങനെ ഇരിക്കണമെന്ന് വെച്ചാൽ കർമ്മമായിട്ട് കയ്യിലും നടക്കുന്നതായിട്ട് കാലിലും. രാവിലെ എണീച്ച് നേരം വെളിച്ചായ എന്ത് വേണം? ടോയ്ലറ്റിൽ പോയിട്ട് ശരിക്കും അങ്ങോട്ട് പോയിട്ടില്ലെങ്കിൽ മെഡിറ്റേഷൻ നടക്കുമോ? മെഡിറ്റേഷൻ ഇരുന്ന കുറെ ഏപ്പം മാത്രം വരും അല്ലേ? ഏമ്പക്കം മാത്രം വരും. അപ്പൊ വിമുക്തിരിതി പായോ, വയറിളകി ക്ലീനായിട്ട് ശുദ്ധമായിട്ട് പോണത് ബ്രഹ്മാനുഭവമാണെന്ന് സമഗ്രമായിട്ട് അറിഞ്ഞു കഴിയുമ്പോ ഈശ്വരൻ എന്ന് പറയുന്നത്, ബ്രഹ്മം ആത്മാനുഭൂതി എന്ന് പറയുന്നത് നമ്മളുടെ ഇരുപ്പിന്റെ അനുഭവമാണ്. അതിൽ നടക്കുന്നതൊക്കെ സിനിമ പോലെ വന്ന് 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 അതിൽ ഉദിക്കണു, നിൽക്കണു, മറിയണു. അത് അഖണ്ഡമായി പൂർണ്ണമായിട്ടിരിക്കണു. അതുകൊണ്ട് ഒന്നിനെയും എല്ലാത്തിനെയും സ്വീകരിക്കുകയാണ്. വിഷമം വരുമ്പോൾ സ്വീകരിക്കുകയാണ്, വേദന വരുമ്പോൾ സ്വീകരിക്കുകയാണ്, ദുഃഖം വരുമ്പോൾ സ്വീകരിക്കുകയാണ്. കുറച്ചൊരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്താൽ മതി, നടക്കും ഈ കാര്യം. പെട്ടെന്ന് മറന്നുപോകും നമ്മൾ. അതാണ് കുഴപ്പം. ഒരു വേദന വരുന്നു, വിഷമം വരുന്നു. ചിലപ്പോ ഡിപ്രഷൻ വരും ചിലർക്ക് ഉള്ളില്. ചിലർക്ക് ജനറ്റിക്കലി പ്രോബ്ലം ഉണ്ട്, നിങ്ങൾക്കറിയില്ല. ചിലർക്ക് ജനറ്റിക് പ്രോബ്ലമാണ്. ജന്മനാ ചിലർക്ക് സൈക്കിക്കൽ പ്രോബ്ലം ഉണ്ടാവും. ഇപ്പൊ കൈയില്ലാതെ കാലില്ലാതെ കണ്ണില്ലാതെ ജനിക്കണ പോലെ ചിലർ ജന്മനാ ന്യൂറോട്ടിക്കാണ്. എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ മനസ്സും ശരീരവും വലിയ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെയുള്ള ചിലർ പോലും ജ്ഞാനികളായിട്ടുണ്ട്. അറിയോ? ജ്ഞാനം അത്ര സ്വതന്ത്രമാണ്. ഒരു മഹാപുരുഷൻ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയും എന്നോട്, എന്റെ മനസ്സ് കുട്ടിക്കാലം മുതൽ ഇങ്ങനെയാണ്, പല വിഷമങ്ങള്, പല എന്തൊക്കെയോ ഇവർ പറയുമല്ലോ ഈ സൈക്കാട്രിയിൽ, ആ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് എന്നാണ് പറയണത്. പക്ഷെ ഞാനൊരിക്കൽ അറിഞ്ഞു, ഈ ശരീരമോ മനസ്സോ ഞാനല്ല, പിന്നെന്താ? അപൂർണതയ്ക്ക് ഭംഗമേ ഇല്ല. അത് അദ്ദേഹത്തിന് ആ ന്യൂറോട്ടിക് പ്രോബ്ലം ഉള്ളതുകൊണ്ടും ജ്ഞാനമുള്ളതുകൊണ്ടും എന്താ ഒരു സവിശേഷത എന്ന് വെച്ചാൽ അതിനെ ട്രാൻസെൻഡ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ വല്ലാതെ വിഷമമുണ്ടായി, ഞാനൊരു പാർക്കിൽ ഇരിക്കുകയായിരുന്നു, അതിനെ അനുസന്ധാനം ചെയ്ത് ആ പ്രോബ്ലത്തിന് ഞാൻ അങ്ങനെ നോക്കി ഐ ജസ്റ്റ് ട്രാൻസെൻഡഡ് ഇറ്റ്. കടന്നങ്ങോട്ട് പോയി. അതുമൊക്കെ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു, എല്ലാം ആത്മാവാണെന്ന് അറിഞ്ഞു. അതോടെ പിന്നെ അത് വരും, പിന്നെയും വരും. അറിഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതൊന്നും ആവണില്ല. അറിഞ്ഞു കഴിഞ്ഞിട്ട് വന്നാൽ ഒരു കുഴപ്പമില്ല. ഇപ്പൊ എന്തായി എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആളുകളെയും അദ്ദേഹം സ്വാംശീകരിക്കും. നമ്മളെ കൊണ്ട് പറ്റില്ല. അദ്ദേഹത്തിന് അവരും അവരുടെ പ്രശ്നങ്ങളും അദ്ദേഹത്തിന് മനസ്സിലാവും. എന്തും ഈ അദ്വൈത ജ്ഞാനം എന്ന് പറയുന്നത് ഫിലോസഫിയല്ല. സകലതും യാതൊന്നു കാൺപതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നിതൊക്കെ ഹരിനാരായണായ നമ. ഇത് ശ്ലോകം ചൊല്ലാൻ വളരെ എളുപ്പമല്ലേ? ഇതങ്ങോട്ട് ജീവിതത്തില് അങ്ങോട്ട് കൊണ്ടുവരാം. എന്താന്ന് വെച്ചാൽ പതുക്കെ ഓർത്ത് ചിന്തിച്ച് ഒന്ന് മനനം ചെയ്ത് ഒരു 5 മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ. ഒക്കെ നാരായണനാണ് അങ്ങനെ നിശ്ചയിക്കാം.
മനസ്സ് നാരായണനാണ്, ശരീരം നാരായണനാണ്, പ്രപഞ്ചം നാരായണനാണ്. ഡിപ്രഷൻ വന്നാൽ അതും നാരായണനാണ്, സുഖം വന്നാൽ അതും നാരായണനാണ്, ബോറടിച്ചാൽ അതും നാരായണനാണ്. നാരായണനെ പോവാൻ പറയുമോ? ബോറടിക്കുന്നതിന്റെ രൂപത്തിൽ നാരായണൻ ഉണ്ടെങ്കിൽ നമസ്കരിക്കാം. ഒരു കല്ലിനെ നമസ്കരിക്കണില്ലേ? ഈ ബോറടിക്കുക എന്ന് പറയുന്നത് ഉള്ളിലൊരു കല്ല് അല്ലേ? ഒരു കല്ലല്ലേ? 4 പുഷ്പട പൂജിക്കുക. ഈ ബോറടിക്കുന്നതിനെ ഒന്ന് ആസ്വദിച്ചു നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് TV ഒന്നും വേണ്ടി വരില്ല. ബോറടിക്കുന്നതും ഒരു സമാധിയായിട്ട് തീരും. ഡിപ്രഷൻ വരുമ്പോ അതിലൊരു നാരായണൻ. ചിലർക്ക് ട്രബിൾ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞു ട്രബിളേശ്വര മഹാദേവൻ. എന്തൊക്കെയോ മഹാദേവൻ ഉണ്ടല്ലോ, അങ്ങനെ ഒരു മഹാദേവൻ ആയിക്കോട്ടെ എന്ന്. സർവാത്മഭാവം എന്ന് പറയണത് ജീവിതം മുഴുവൻ കൊണ്ടു നടന്ന് സാധിക്കേണ്ട ഒരു കാര്യമാണ്. സമഗ്രത്തിന്. അതാണ് പ്രഹ്ലാദന്റെ ജ്ഞാനം. പ്രഹ്ലാദൻ പറയണത് നരസിംഹത്തിനെ കണ്ട് ഒരു ഭയമില്ല. പ്രഹ്ലാദൻ പറയണു ഈ തൂണിനുള്ളിൽ നിന്ന് വരണം എന്നൊന്നും ഇപ്പൊ എനിക്കില്ല എന്നാണ്. കാരണം അങ്ങ് ഇല്ലാത്ത സ്ഥലമില്ല. ഇതിപ്പോ അച്ഛന് വേണ്ടി വന്നു, അത്രേ ഉള്ളൂ. ത്വം വായു അഗ്നി അവനിഹി വിയത് അമ്പുമാത്രാഹ പ്രാണേന്ദ്രിയാണി ഹൃദയം ചിദ് അനുഗ്രഹശ്ച സർവം ത്വമേവ സഗുണോ വിഗുണശ്ച. ഭഗവാനെ ഹിരണ്യകശിപു അങ്ങ് തന്നെയാണ്, നാരദനും അങ്ങ് തന്നെയാണ്, വിഷ്ണുവും അങ്ങ് തന്നെയാണ്. സർവം സഗുണോ വിഗുണശ്ച സർവം ത്വമേവ സഗുണോ വിഗുണശ്ച ഭൂമന് ന അന്യത്വദസ്തി യത് മനോ വചസാ നിരുക്തം. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ചിന്തിച്ചും വിലയിരുത്തി നോക്കുമ്പോൾ ഒന്നും അന്യമായിട്ടില്ല. അഖണ്ഡമായി പൂർണ്ണമായി ആ വസ്തു അല്ലാതെ വേറൊന്നും കാണാനില്ല. ആത്മൈവ ഇതം സർവം. ഇതൊരു മഹാവാക്യം, ഛാന്ദോഗ്യോപനിഷത്ത്. ഇതം സർവം യദയമാത്മാ. ഇത് മുഴുവൻ ആത്മാവാണ്. ഇതിങ്ങനെ നിശ്ചയിച്ചാൽ പതുക്കെ 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 ഇതിനെ മനനം ചെയ്ത് ധ്യാനം ചെയ്ത് ഉറപ്പിച്ചാൽ എല്ലാ പ്രതിബന്ധങ്ങളും നീങ്ങും. ആത്മാവായിട്ട് ഒന്നിനെ കണ്ടാൽ പിന്നെ അതിന്റെ സ്വഭാവം നഷ്ടപ്പെട്ടു പോകും. ഇപ്പൊ ഡിപ്രഷൻ വന്നാൽ ഡിപ്രഷനെ നിങ്ങൾ ആത്മാവായിട്ട് കണ്ടാൽ അത് ഡിപ്രഷനായിട്ട് നിൽക്കില്ല, അത് ആത്മാനുഭവമായിട്ട് തീരും. ബോറടിക്കണതിനെ നിങ്ങൾ ആത്മാവായിട്ട് കണ്ടാൽ അത് ബോറടിക്കലായിട്ട് നിൽക്കില്ല. നമുക്ക് ചോദിക്കണത് അങ്ങനെ എല്ലാ ആത്മാവാണെന്ന് പറഞ്ഞ ചീത്ത കാര്യങ്ങളിലൊക്കെ പ്രവേശിച്ചിട്ട് ഇതൊക്കെ ആത്മാവാണെന്ന് പറയരുതോ? രാമകൃഷ്ണദേവൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു ശിഷ്യനെ കുടിക്കരുത് കുടിക്കരുത് കുറെ പറഞ്ഞു. കാളിപാദ ഘോഷ് എന്ന് പറയുന്ന ശിഷ്യൻ, അയാൾ കുടി നിർത്താൻ പറ്റിയില്ല. അയാളോട് പറഞ്ഞോടോ താൻ ഇനി ഒരു കാര്യം ചെയ്യാം, കുടിക്കണതിന് മുമ്പ് കാളിക്ക് അത് നേദിച്ചിട്ട് കുടിച്ചോളാന്ന്. അങ്ങനെയാണ് ഈ സമ്പ്രദായമൊക്കെ വന്നിരിക്കുന്നത്. ചില സമ്പ്രദായം, ഭൈരവന്റെ മൂർത്തി മഹാരാഷ്ട്രയിൽ പോയ വായ പൊളച്ചിട്ട് വലിയൊരു വിഗ്രഹം. ഞങ്ങളിങ്ങനെ തീർത്ഥയാത്ര പോയി കുറെ മാമന്മാരും മാമിമാരും ഒക്കെ ഉണ്ട് കൂടെ. അപ്പൊ അവിടെ പോകുമ്പോൾ തന്നെ പറഞ്ഞു തീർത്ഥം വാങ്ങി കഴിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ അവിടെ വേറെ സാധനങ്ങളൊക്കെയാണ് വായിലൊഴിക്കണത്. ഈ ബോട്ടിലായിട്ട് കൊണ്ടുവന്നിട്ട് വായിലൊഴിക്കുകയാണ്. അതിൽ ഒരു മാമി വാങ്ങി കഴിച്ചു. അവർ വാങ്ങി വായിലൊഴിച്ചിട്ട് ഇത് എന്നെ കശക്കരുത്, അത് എന്തോ ഉള്ളിൽ പോയ ശേഷമാണ് ആ പടം ചെവി കേട്ടില്ല. ഇതൊക്കെ എന്തിനായി വെച്ചിരിക്കുന്നത് ഈ സമ്പ്രദായങ്ങളൊക്കെ എന്ന് വെച്ചാൽ ആര് കണ്ടു? ഇതൊക്കെ ഒരു കാരണവശാൽ വന്നതാ. ചില സൂക്കേട് മാറ്റാൻ അതേ വഴിയുള്ളൂ. അതിന് ഭഗവാന്റെ അടുത്തേക്ക് അങ്ങോട്ട് കൊണ്ടു കൊടുത്താൽ ചിലർക്ക് ഫലിക്കും, ചിലർ പിന്നെ സമ്പ്രദായമാക്കിക്കളെ. അതിന് അതാണ് റിവേഴ്സ് ആവണത്. അത് റിവേഴ്സ് ആവണത് അങ്ങനെയാണ്. ഇതിനെ ജ്ഞാനം, ഇതാണ് ഉപനിഷത്ത് വാൾത്തലയുടെ മേലെ നടക്കണ പോലെ എന്ന് പറയണത്. അത് തന്നെ നമ്മൾ കേടുവരുത്തി കളയണം. അതുകൊണ്ടാണ് ഈ അധ്യാത്മ ജീവിതത്തിനെ സംഘടിപ്പിച്ച് ചെയ്യരുത് എന്ന് പറയാൻ കാരണം. ഈ കാളിപാദഘോഷിന് രാമകൃഷ്ണദേവൻ ഉപദേശിച്ചപ്പോ അയാള് കാളിക്ക് നേദിച്ചിട്ട് കഴിക്കാൻ തുടങ്ങി, കുടി നിർത്തി. ബാക്കിയുള്ള ആളുകള് പറഞ്ഞു നമ്മുടെ സമ്പ്രദായം അനുസരിച്ച് നമ്മുടെ വീട്ടിൽ കാളിക്ക് ഇല്ലെങ്കിൽ വാങ്ങിച്ചോളൂ എന്ന് നേദിച്ച് നമ്മൾ ഇത്തിരി കുടിക്കണം. അപ്പോ സമ്പ്രദായമായിട്ട് മാറും. അതാണ് പറഞ്ഞത് സമ്പ്രദായത്തിനും സാധനയ്ക്കുമുള്ള വ്യത്യാസം അതാണ്. സാധന എന്ന് പറയുമ്പോൾ ഗുരു പ്രിസ്ക്രൈബ് ചെയ്യണതാണ്. വെൻ ഇറ്റ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ എ പേഴ്സൺ ഹി വിൽ ബി ബെനിഫിറ്റഡ് ബൈ ഇറ്റ്. അതൊരാചാരമാക്കി മാറ്റിയാൽ കുഴപ്പമായി തീരും. പലതങ്ങനെയാണ്. ഒരു പ്രിസ്ക്രിപ്ഷനാണ്, ഒരാൾക്കാണത്, ആ വ്യക്തിക്കാണത്. അപ്പൊ എന്തും അദ്വൈതജ്ഞാനം കൊണ്ട് പതുക്കെ നീക്കം ചെയ്യാവുന്നതാണ്. പക്ഷെ അതിനുള്ള പരിപാകത, പക്വത, ശാസ്ത്രദാർഢ്യം
ഒക്കെ ഉണ്ടെങ്കിൽ ഏത് അനുഭവത്തിനെയും പതുക്കെ യോഗമാക്കി മാറ്റുകയും ആ അനുഭവം താനേ വീണുപോവുകയും ചെയ്യും. യോഗമെന്ന് പറഞ്ഞാൽ തന്നെ ആ അനുഭവത്തിന്റെ സ്വഭാവം മാറിപ്പോവും. അതിന്റെ പ്രകൃതി പുറമേക്ക് അത് അതേപോലെ ഉണ്ടാകുമെങ്കിലും അകമേക്ക് അതിനകത്ത് യോഗമായിരിക്കും. ഊണ് കഴിക്കുക എന്ന് പറയണത് അത് നാവിന് രുചി നോക്കി നമ്മൾ കഴിക്കണ കാര്യം തന്നെ യോഗമായിട്ട് മാറാൻ ഒരു സമ്പ്രദായമാണ് പ്രാണാഗ്നിഹോത്രം എന്ന് ഉപനിഷത്ത് വിധിച്ചത്. പ്രാണായ സ്വാഹ അപാനായ സ്വാഹ എന്ന് പറഞ്ഞ് പ്രാണന് കൊടുക്കണതായിട്ടും അങ്കുഷ്ടമാത്ര പുരുഷോങ്കുഷ്ടം ച സമാശ്രിത ഈശ സർവസ്യ ജഗത പ്രഭു പ്രീണാതി വിശ്വഭുക്ക് എന്ന് ശ്രുതി പറഞ്ഞു. ഞാൻ കഴിക്കുന്നത് കൊണ്ട് ജഗത്തിന് മുഴുവൻ അന്തര്യാമിയായിട്ടുള്ള ഈശ്വരൻ തൃപ്തിപ്പെടുന്നു. എന്താന്ന് വെച്ചാൽ ആ ഈശ്വരനാണ് കൊടുക്കുന്നത്. ഇത് ഒരു ജ്ഞാനിക്ക് സഫലമാവും. ബാക്കിയുള്ളവരുടെ കയ്യിൽ ഒരു ആചാരമായിട്ട് നിൽക്കും മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ആചാരമായിട്ട് നിന്നാൽ കുഴപ്പമില്ലാത്ത കാര്യമായതുകൊണ്ട് ശരി. ഇപ്പൊ കള്ളുകുടിക്കണതൊക്കെ ആചാരമാക്കി കഴിഞ്ഞാൽ കുഴപ്പമായി. ചില കാര്യങ്ങൾ ആചാരമായിട്ട് നിന്നാൽ കുഴപ്പമില്ല, ഒരു സമ്പ്രദായം അത്രയേ ഉള്ളൂ. അപ്പോ സഹിക്കുക എന്ന് പറയുന്ന ഒരു കാര്യവും ജ്ഞാനത്തോടുകൂടെ ചേരുമ്പോൾ അങ്ങനെയാണ്. ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്കും ജ്ഞാനം കൊണ്ടുപോലും പരിഹാരമില്ല. നല്ലവണ്ണം അറിഞ്ഞോളാ, പൂജ കൊണ്ടോ ഭക്തി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ ഒന്നും പരിഹാരമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. അതിനൊന്നും യുക്തിയൊന്നുമില്ല. ഇത്രയും നല്ല ആള് ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് ഈ രോഗം വന്നു എന്നൊക്കെ ചോദിച്ചാൽ ഒരു ഉത്തരം വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ജന്മം അല്ലെങ്കിൽ അതിനു മുമ്പിലത്തെ ജന്മത്തിൽ ഏതോ ഒരു കാര്യത്തിന്റെ ഇഫക്റ്റ് വന്നു. ബുദ്ധനോടത്ത് പറയണു, ഒരു തലവേദന വന്നു അത്രേ ബുദ്ധന്. തലവേദന വന്നിട്ട് ആനന്ദൻ ഉള്ള വൈദ്യന്മാരെയൊക്കെ വിളിച്ചോണ്ട് വരിക. അപ്പൊ ആനന്ദനോട് പറയണം, നിൽക്കൂ, ഒരു 200 ജന്മങ്ങൾക്ക് മുമ്പ് ഞാൻ കുറെ പിള്ളേരുടെ കൂടെ കുളത്തിലുള്ള മീനിനെ കല്ലെറിഞ്ഞു. അതിനുള്ള ഫലമാണ് ഈ തലവേദന എന്ന് പറയുന്നത് ബുദ്ധൻ. 200 ജന്മത്തിന് മുമ്പേ. അതുകൊണ്ട് ഇത് അനുഭവിച്ചു കഴിഞ്ഞാൽ അത് തീർന്നു പോകും എന്ന് പറഞ്ഞ് സ്വീകരിക്കുകയാണ്. അങ്ങനെയൊക്കെ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ തലവേദനയും വിവേകാനന്ദ സ്വാമിയോട് ഒരാൾ ചോദിച്ചു, ഞാൻ ബ്രഹ്മമാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് തലവേദനിക്കുന്നു എന്ന് ചോദിച്ചു. ഒരു ചോദ്യമാണ്. ഇനിയുള്ളവരോടാണ് പ്രസംഗിക്കണത്. അപ്പൊ വിവേകാനന്ദ സ്വാമി പറഞ്ഞു, നീ ബ്രഹ്മമാണെന്ന് അറിഞ്ഞാൽ നിനക്ക് തലയേ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ വേദനിക്കുമോ? നീ അറിഞ്ഞാൽ നിനക്ക് തലയേ ഇല്ല, പിന്നെ വേദനിക്കുമോ? അപ്പോ ക്ഷമ, ആദ്യം ഒരു ഗുണം പറഞ്ഞു, ക്ഷമ, സഹിക്കുക. ഇത് ആദ്യം തന്നെ കൾട്ടിവേറ്റ് ചെയ്തോളാം. ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾക്കൊന്നും ജ്ഞാനം കൊണ്ടോ ഭക്തി കൊണ്ടോ ഒരു പരിഹാരമില്ല. ജീവിതം എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ്. സ്വപ്നത്തിൽ പലതും നടക്കുന്നതിന് ഒരു യുക്തിയും കിട്ടില്ല. എന്തുകൊണ്ട് ഈ സ്വപ്നം കണ്ടു വെച്ചാൽ എങ്ങനെ അറിയും? ഒരു യുക്തിയില്ല. സ്വപ്നം വിട്ട് ഉണരുക, അതാണ് പരിഹാരം. അതുപോലെ ജീവിതത്തിൽ വരുന്ന പല പ്രശ്നങ്ങൾക്കും ജ്ഞാനം കൊണ്ടുപോലും പരിഹാരമൊന്നുമില്ല. ഭൗതികമായ പ്രശ്നങ്ങൾ, വേദനകൾ, ദാരിദ്ര്യം, വ്യാധി, ശരീരത്തിന് വരുന്ന വിഷമങ്ങൾ, ഇങ്ങനെ പലതും വരുമ്പോ ഈശ്വരന്റെ അടുത്ത് പോയാലും ഈശ്വരൻ ത്യാഗരാജസ്വാമിയോട് പറഞ്ഞ പോലെ പറയും, ക്ഷമ. അല്ലേ? രാമൻ അവതരിച്ചത് തന്നെ എന്തിനാന്ന് വെച്ചാ ക്ഷമിക്കാൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ക്ഷമയാ പൃഥ്വീ സമഹ, സഹിക്കുക. വേറെ വഴിയൊന്നുമില്ല എന്നാണ്, സഹിച്ചോളാം. രാമോസ്മി സർവം സഹേ. രാമൻ തന്നെ പറഞ്ഞു, ഞാൻ രാമനായിട്ട് ജനിച്ചില്ലേ, സഹിച്ചോളാം എന്നാണ്. എന്തൊക്കെ ഘോരമായിട്ടുള്ള അനുഭവങ്ങളാണ് ഓരോരുത്തർക്ക് ജീവിതത്തിൽ വരുന്നത്. എന്താ പരിഹാരം? സഹിച്ചോളാം, ക്ഷമ. ഇതാദ്യത്തെ സ്റ്റെപ്പ്. ക്ഷമ. ആർജവം. ആർജവം എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ഫോർവേഡ്, ഋജുമാർഗം. അതുള്ള ആളാണ് അർജുനൻ. അയാൾക്കാണ് ഗീതോപദേശം. ആർജവം. എന്തൊക്കെയാണെങ്കിലും ഉള്ള ഒന്ന്, വെളിയിലൊന്ന്, ഒന്നുമില്ല. സത്യനിഷ്ഠ. ആ സത്യനിഷ്ഠയാണ് ഗുരുവിനും ശിഷ്യനും പവർ. എന്താന്ന് വെച്ചാൽ ഗുരു ഒരു വാക്ക് പറയുമ്പോൾ ശിഷ്യന് അനുഭവം. എന്താന്ന് വെച്ചാൽ ശിഷ്യന് അറിയാം ഈ ഗുരു പറയണത് ഒന്നും വെറുതെ ആവില്ല. സത്യപ്രതിഷ്ഠായാം ക്രിയാഫലാശ്രയത്വം എന്നാണ് പതഞ്ജലി യോഗസൂത്രം. ആർജവം ഉണ്ടെങ്കിൽ, ആർജവും സത്യവും വലിയ വ്യത്യാസമൊന്നുമില്ല.
ഇവിടെ ആർജവം വേറെ ആയിട്ട് പറയുന്നു, സത്യം വേറെ ആയിട്ട് പറയുന്നു. ആർജവം സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഋജുവാണ്, രണ്ടില്ല, ഉള്ളിൽ കോൺഫ്ലിക്റ്റേ ഇല്ല. ദയാ, കാരുണ്യം, മറ്റുള്ളവരുടെ വേദന കണ്ട ഉള്ളില് കാരുണ്യം തോന്നുക. തോഷ, മറ്റുള്ളവർക്ക് നന്മ വരുമ്പോൾ സന്തോഷിക്കാം. സത്യം, ഒരു കാരണവശാലും കാപട്യം, ജിംഹം യേഷാം ന ജിംഹം ന അനൃതം. ശ്രുതി പറയണത് ഈ വേദാന്ത ഉപദേശം ആരുടെ ഉള്ളിൽ കാപട്യമില്ലയോ, അനൃതമില്ലയോ, കള്ളമില്ലയോ അവർക്ക് എളുപ്പത്തിൽ കിട്ടുമെന്ന്. വാക്കിന് പവർ വരുന്നത്, ബലം വരുന്നത് തന്നെ ഈ സത്യനിഷ്ഠയിൽ നിന്നാണ്. സത്യം ഇതിനെയൊക്കെ പീയൂഷവത് ഭജ, മറ്റേതിനെ വിഷം പോലെ ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞു. വിഷയം എന്നുള്ളതിന് ഡെഫിനിഷനെ കൊടുത്തില്ല, സാധനയെ പറഞ്ഞു. ക്ഷമ, ആർജവം, ദയാ, തോഷം, സത്യം, ഇതിനെ അമൃതം പോലെ സ്വീകരിക്കൂ. ഇതിനാണ് സത്സംഗമും സാധുസംഗമും. അങ്ങനെയുള്ള കൂട്ടുകെട്ടിൽ ഇരുന്നു കൊണ്ടേയിരിക്കണം. മനസ്സ് ലോകത്തിൽ പെട്ടുകഴിഞ്ഞാൽ വിഷയങ്ങൾ ഉള്ളിലേക്ക് കയറിക്കോളും, അസത്യം ഉള്ളിലേക്ക് കയറിക്കോളും, സഹിക്കാൻ വയ്യായ്മ ഉള്ളിലേക്ക് വന്നോളും, ദയ ഉണ്ടാവില്ല, കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുക എന്നുള്ളത് പോയി പോവും, കാപട്യം ഉള്ളിൽ വരും. ഇതൊന്നും വരാതെ നോക്കിക്കൊള്ളാപ്പ. ചിത്തത്തിനെ ശുദ്ധമാക്കി നിർമ്മലമാക്കി വെച്ചുകൊണ്ടിരുന്നാൽ ഇനി ഉപദേശിക്കാൻ പോണ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഹേ ജനക, വളരെ സുലഭമായിട്ട് നടക്കും. ഇത്രയും ഒരു പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ ഗുരു ശിഷ്യന് എന്തുപദേശമാ കൊടുക്കണത് എന്ന് വെച്ചാൽ, നീ ആരാണ്? ശിഷ്യൻ ഇത് ഗുരുവാണെന്നും ഞാൻ ശിഷ്യനാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ശിഷ്യനോട് പറയാണ്, ന പൃഥ്വി ന ജലം ന അഗ്നി ന വായു ദ്യൗഹു വാ ദ്യൗഹു ന വാ ഭവാൻ യേഷാം സാക്ഷിണം ആത്മാനം ചിദ്രൂപം വിദ്ധി മുക്തയേ. ഒരു ശ്ലോകത്തിലെ കഴിഞ്ഞു മഹാവാക്യോപദേശം. ഇതൊരു മഹാവാക്യോപദേശം. തള്ളിക്കളഞ്ഞ് അവശേഷിക്കുന്നതിനെ കാണിച്ചു അല്ലേ ശങ്കരാചാര്യര്. ഗുരുവിന്റെ ഗോവിന്ദ ഭഗവത്പാദരുടെ അടുത്ത് ചെന്നപ്പോ ഗോവിന്ദ ഭഗവത്പാദർ ഉപദേശിക്കുന്നതിന് പകരം ശങ്കരൻ തന്നെ ഇത് പറയാണ്. ന ഭൂമിർ ന തോയം ന തേജോ ന വായു നഖം നേന്ദ്രിയം വാ ന തേഷാം സമൂഹ അനൈകാന്തികത്വാത് സുഷുപ്ത്യേക സിദ്ധ തദേകോ വശിഷ്ട ശിവ കേവലോഹം. ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ളതൊന്നും തന്നെ ഞാനല്ല എന്ന്. ഇവിടെ ജനകന്റെ അഷ്ടാവക്രനം പറയാണ്, ഈ ശരീരം നീ അല്ലപ്പ, ഇത് പഞ്ചഭൂതാത്മകമാണ്. പൃഥ്വി എന്ന് വെച്ചാൽ മണ്ണ്, പിന്നെ ജലം, പിന്നെ അഗ്നി, വായു, ആകാശം, ഇതുകൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഈ ശരീരം ഉണ്ടല്ലോ, ഇത് നീയല്ല. ചിത്തം എന്ന് പറയണം, മനസ്സെന്ന് പറയണതും പഞ്ചഭൂതാത്മകമാണ്, അതും നീയല്ല. ഇതിനെയൊക്കെ കണ്ടുകൊണ്ട് സാക്ഷിയായിട്ടിരിക്കുന്ന ചിദ്രൂപം. നമുക്ക് ഗുരു ചെയ്യുന്ന വലിയ ഉപകാരം എന്താന്ന് വെച്ചാൽ, കാണുന്നതിനെ വിട്ടിട്ട് കാണുന്നവനിലേക്ക് തിരിച്ചുവിടുകയാണ്. നീ എന്തുകൊണ്ടാണോ എന്നെ കാണുന്നത് അതാണ് നീ. ഏതൊന്നാണോ ഉള്ളിലിരുന്ന് എല്ലാത്തിനും സാക്ഷിയായിട്ടുള്ളില് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തില് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നുള്ള മൂന്നവസ്ഥകളിലും മാറാതെ ഇരുപ്പ് മാത്രമായിട്ട് ഇരിക്കുന്നത്, നിലനിൽപ്പ്, അസ്തിത്വം. ആ അസ്തിത്വമാണ് ചിദ്രൂപം എന്ന് പറയുന്നത്. ചിത്ത് എന്ന് വെച്ചാൽ ബോധം, ഉണർവ്, ഞാൻ എന്നുള്ളതിന്റെ ഉണ്മയായ സ്വരൂപം. അഹം എന്ന പദത്തിന്റെ പൊരുൾ അകത്ത് നോക്കിയാൽ ഞാനുണ്ട് എന്നുള്ള അനുഭവം, അത് മാത്രമാണ് വാസ്തവത്തില് നമുക്കുള്ളത് അല്ലേ. നോക്കാം, കണ്ണടച്ച ഉള്ളിൽ നോക്കാം, ലിവർ കാണുന്നുണ്ടോ?
കിഡ്നി കാണുന്നുണ്ടോ? ഹാർട്ട് കാണുന്നുണ്ടോ? റെസ്പിറേറ്ററി സിസ്റ്റം എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ? വൻകുടൽ, ചെറുകുടൽ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ? ഒന്നുമില്ല. കണ്ണടച്ചാലും കണ്ണു തുറന്നാലും ഒരു അനുഭവമേ ഉള്ളൂ, ഒരു നിറഞ്ഞിരിക്കുന്ന ഞാനുണ്ടെന്നുള്ള ബോധം. ഇത് നേടിയെടുക്കേണ്ടതാണോ? ഇതാണ് ഈശ്വരൻ, ഇതാണ് ആത്മാ, ഇതാണ് ബ്രഹ്മം എന്ന് ഉപനിഷത്ത് പറയുമ്പോൾ വലിയ ആശ്ചര്യം. ഇതിനെ കടന്ന് അങ്ങോട്ട് പോവാൻ പറ്റില്ല. ഏതത് അതിവർത്തത്തെ എന്നാണ് ശ്രുതി പറയുന്നത്. ഇത് വിട്ടിട്ട് നീ എന്ത് നേടിയെടുത്താലും ഒക്കെ ഇതിൽ ആവിർഭവിക്കും, മറന്നുപോകും, ആവിർഭവിക്കും, മറന്നുപോകും. ശാശ്വതമായി നിത്യമായിട്ടുള്ളത് ഈ അസ്തിത്വം, എക്സിസ്റ്റൻസ് മാത്രം. സദ്രൂപം, ചിദ്രൂപം. നിത്യ ഉപലബ്ധി സ്വരൂപം. എപ്പോഴും എവർ അറ്റൈൻഡാണ്, എപ്പോഴും ഉണ്ട് എന്നുള്ള അനുഭവം. അതുകൊണ്ടാണ് വലിയ ഒരു സാധനയായിട്ട് പറയുന്നത് ചുമ്മാ ഇരുന്ന്. ആ ഇരുപ്പിനെ അറിയാൻ ഒരു സാധനയേ ഉള്ളൂ. ധ്യാനിച്ചാൽ പോലും ആ ഇരുപ്പ് പിടികിട്ടില്ല, ചുമ്മാ ഇരുന്നാലേ കിട്ടും. ചുമ്മാ ഇരിക്കുക എന്ന് വെച്ചാൽ ചുമ്മാ ഇരിക്കുക. നോക്കൂ, ഈ ചുമ്മാ ഇരിക്കലിനാണ് ആദ്യം പറഞ്ഞത്. ഈ ശരീരം നീയല്ല, അതുകൊണ്ട് ശരീരം എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ. മനസ്സിൽ വിചാരങ്ങൾ വരണോ, അതും നീയല്ല. അപ്പൊ എന്ത് വിചാരം വേണമെങ്കിൽ വന്നോട്ടെ. ഇതിന് സാക്ഷിയായി ഒന്നും ചെയ്യാതെ കേവല ഇരുപ്പ് മാത്രമായി ചിത്തുണ്ട്. അതിലെ ഒന്നും ചെയ്യിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. അതിലൊരു ഞാൻ എന്ന് പറയുന്ന ഒരു വിചാരം ഉദിക്കണു. അതിനെ ഒന്നും ചെയ്യാതെ വിട്ട് അത് ഹൃദയത്തിൽ അടങ്ങിക്കൊള്ളും. അചിത്ത് മാത്രമായിട്ട്, ഇരുപ്പ് മാത്രമായി, അസ്തിത്വം മാത്രമായി സ്വീകരിക്കാം. മനസ്സിനെ അടക്കമൊന്നും വേണ്ട, ശരീരത്തിനെ മാറ്റിമറിക്കൊന്നും വേണ്ട. ഏഷാം സാക്ഷിണം, എല്ലാത്തിനും പുറകിലും എല്ലാത്തിനും വെളിച്ചം കൊടുത്തുകൊണ്ടിരിക്കുന്ന അചിത് ജ്യോതി. അത് സ്വീകരിച്ചാൽ ഇപ്പൊ തന്നെ നമ്മൾ പൂർണ്ണമാവും. ആ പൂർണ്ണത്വം നേടിയെടുക്കേണ്ടതോ ആയിത്തീരേണ്ടതോ ഒന്നുമല്ല. അത് സ്വതസിദ്ധമാണ്, സഹജമാണ്, നിത്യസിദ്ധമാണ്. ചിദ്രൂപം വിദ്ധി മുക്തയെ. അതിനെ അറിയൂ, നീ മുക്തനാണ്, സ്വതന്ത്രനാണ്. മുക്തി ആത്മാവിന്റെ സ്വരൂപമാണ്, നേടിയെടുക്കേണ്ടതല്ല. അചിത്തിന്റെ സ്വഭാവം തന്നെ മുക്തിയാണ്. അതൊരിക്കലും ശരീരത്തിൽ പെട്ടിട്ടില്ല, അതൊരിക്കലും മനസ്സുമായിട്ട് സംബന്ധപ്പെട്ടിട്ടില്ല. മനസ്സിന്റെ കളങ്കങ്ങൾ കൊണ്ടൊന്നും അത് പങ്കീക്രിയത്തെ എന്നാണ് ശങ്കരാചാര്യർ പറയുന്നത്. കളങ്കപ്പെടലില്ല. സിനിമ എന്തു വന്നാലും സ്ക്രീനൊന്നും ഒരു സ്പർശിക്കപ്പെടുന്നില്ല. അതുപോലെ ഈ ശരീരത്തിന്റെ കർമ്മം, മനസ്സിന്റെ കുഴപ്പങ്ങളൊന്നും ആ അധിഷ്ഠാനമായ ഇരുപ്പിനെ സ്പർശിക്കുന്നില്ല. അത് സ്വയം പൂർണ്ണമാണ്. ഇത് സ്വീകരിക്കാം. ഇത് സ്വീകരിക്കാമെങ്കിൽ നിങ്ങൾ ഇപ്പോ ഇവിടെ തന്നെ നിങ്ങൾക്കത് സിദ്ധമാവും. യതിദേഹം പൃഥക്കൃത്യ ചിതിവിശ്രാമ്യ തിഷ്ഠസി അധുനൈവ സുഖീ ശാന്തോ ബന്ധമുക്തോ ഭവിഷ്യസി. ഇതെന്റെ വചനം മാത്രം. അഷ്ടാവക്രൻ പറഞ്ഞു നോക്കൂ.
യതിദേഹം പൃഥക്കൃത്യ, ദേഹത്തിൽ നിന്ന് നിന്നെ വേർതിരിച്ചറിഞ്ഞിട്ട് ഞാൻ എന്ന് പറയുന്നതിന്റെ സ്വരൂപത്തിനെ പിരിച്ചെടുത്തിട്ട് ചിതി വിശ്രാമ്യ തിഷ്ഠസി, ചിത്തില് തന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ വിശ്രമിക്കാൻ തനിക്ക് കഴിയുമെങ്കിൽ അധുനൈവ, ഇപ്പൊ തന്നെ ഇവിടെ തന്നെ സുഖി ശാന്തോ ബന്ധമുക്തോ ഭവിഷ്യസി, നീ സുഖിയായും ശാന്തനായും ബന്ധമുക്തനായിട്ടും തീരും. ഇത് നിങ്ങൾ എങ്ങനെ കേൾക്കണമെന്ന് അറിയില്ല. ഇത് കേൾക്കാൻ ഒരു ചമത്കാരം ഹൃദയം കൊണ്ട് ഇതങ്ങോട്ട് സ്വീകരിക്കാൻ സാധിക്കുമെങ്കിൽ ഇപ്പോ നമ്മളിവിടെ അതിലിരിക്കും. ഈ വിദ്യ വളരെ അപൂർവമായിട്ട് കേൾക്കാൻ പോലും സാധിക്കുകയുള്ളൂ എന്നാണ് ശ്രുതി. ശ്രവണായാപി ബഹുഭിർയോ ന ലഭ്യ ശൃണ്വന്തോപി ബഹവോയം ന വിദ്യുഹു. ഉപനിഷത്ത് പറഞ്ഞത് കേൾക്കാൻ പോലും ഒരുപാട് പേർക്ക് കിട്ടില്ല, കേട്ടാലും അധികം പേരും മനസ്സിലാക്കില്ല, ഉള്ളില് പോകുന്നില്ല. ആശ്ചര്യോ വക്ത, ഇത് പറയുന്ന ആള് ആശ്ചര്യം. ആശ്ചര്യോ വക്ത കുശലോസ്യ ലബ്ധ, ഇത് വേണ്ട വിധത്തിൽ സ്വീകരിച്ചവനുണ്ടല്ലോ അവൻ അതികുശലൻ, നിപുണനാണ്. ആശ്ചര്യോ ജ്ഞാത കുശലാനുശിഷ്ട, ഇത് വേണ്ട ആചാര്യനിൽ നിന്ന് സ്വീകരിച്ച് അത് നഷ്ടപ്പെടാതെ അതിലിരിക്കുന്നവനുണ്ടല്ലോ അവനൊരാശ്ചര്യമുണ്ട്. ഗുരുവിനെയും ആശ്ചര്യമെന്ന് പറഞ്ഞു, ശിഷ്യനെയും ആശ്ചര്യമെന്ന് പറഞ്ഞു. ഗുരുവിനെ കുശലൻ എന്ന് പറഞ്ഞു, ശിഷ്യനെയും കുശലൻ എന്ന് പറഞ്ഞു. ശ്രുതി രണ്ടും കൂടെ ചേരുമ്പോൾ അങ്ങനെ നടക്കും. സദ്യോമുക്തി, ജീവൻ മുക്തി വിദേഹമുക്തി ഒന്നുമല്ല. മുക്തി എന്ന് പറയുന്നത് ആത്മാവിന്റെ സ്വരൂപം. either you accept it or you do not. സാധനം കൊണ്ടൊന്നും എഴുതിയെടുക്കാൻ പറ്റില്ല. ഇതിന് വല്ല ടെക്നിക്ക്, ഒരു ടെക്നിക്കും ഇവിടെ സാധ്യമല്ല. ടെക്നിക്കൊക്കെ പ്രയോഗിക്കണ ഒരാളവിടെ നിൽക്കും, കുഴപ്പമാണ്. ഞാൻ ഇത് ചെയ്യണം, ആ ചെയ്യണവൻ അവിടെ നിൽക്കും, അതന്നെ കുഴപ്പം. സാധകൻ നിൽക്കും. ഈ സാധകൻ ആരാണ്? ഞാൻ എന്താണ്? ഞാൻ ആരാണ്? ഞാനെന്ന് പറയണത് എന്താണ്? ഞാൻ എവിടുന്ന് ഉദിക്കണു? ഞാനെന്നുള്ളതിന്റെ സ്വരൂപം എന്താണ്? ആരായുമ്പോൾ ഞാനിനെ അവിടെ കാണാനില്ല, ഞാനേ ഇല്ല അവിടെ, ഒരു ഇരിപ്പേ ഉള്ളൂ. ആ ചിത്തില് വിശ്രമിക്കൂ എന്നാണ്. തന്നില് വിശ്രമിക്കൂ, സ്വരൂപത്തിൽ വിശ്രമിക്കൂ. നീ പൂർണ്ണമാണ്, നിനക്കൊരു കുറവുമില്ല, നിനക്കൊരു ദോഷമില്ല. ഉന്നെ ഇനി തെരിന്തായാകിൽ ഉനക്ക് ഓർ കുറയുമില്ലേ. കൈവല്യ നവനീതത്തിൽ ഗുരു ശിഷ്യനോട് പറയണം, നീ നിന്നെ അറിഞ്ഞാൽ നിനക്ക് ഒരു കുറയില്ല, നീ പൂർണ്ണ വസ്തു. ശരീരമുണ്ട്, മനസ്സ് കുഴപ്പമുണ്ടല്ലോ എന്ന് വെച്ചാൽ എന്നാ ശ്രമിച്ചോളൂ. നീ എത്ര ജന്മം കഴിഞ്ഞാലും ഈ ശരീരത്തിൽ ദോഷമൊന്നും മാറില്ല, മനസ്സിലുള്ള ദോഷവും മാറില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് പ്രകൃതിയാണ്, എങ്ങനെ മാറും? ഇത് പഞ്ചഭൂതാത്മകമാണ്, എങ്ങനെ മാറും? കുറച്ചു നേരത്തേക്ക് സുഖമായിട്ടായിരിക്കും, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇത് ശരീരസുഖമല്ല, ധ്യാനസുഖമല്ല, ആത്മാവിന്റെ സ്വഭാവസിദ്ധമായ പ്രകൃതിയാണത്, സഹജ സ്വഭാവമാണ്. ഇതിപ്പോ നിങ്ങൾ മനസ്സിലാവണ്ടോ മനസ്സിലായിട്ടില്ലയോ എനിക്കത് പ്രശ്നമല്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരാളുണ്ട്, അദ്ദേഹം മനസ്സിലാക്കിക്കോളും. ഉള്ളിലൊരു ചൈതന്യമുണ്ട്, സർവജ്ഞ സർവവിദ്യസ്യ ജ്ഞാനമയം തവ. ആ ശക്തിയാണ് നിങ്ങളവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. ആ ഉറപ്പിലാണ് ഞാൻ ഇങ്ങനെ പറയണത്. ഇതൊരു അലൗകിക ഭാഷ. ചിലപ്പോൾ നമ്മൾ തമിഴ് പ്രഭാഷണത്തിന് ഫോറിനേഴ്സൊക്കെ വന്നിരിക്കും. ഒരു സ്ത്രീ വന്നിരിക്കും റെഗുലറായിട്ട് ആശ്രമത്തിൽ, തമിഴിലാണ് പറയണത്. ഞാൻ ചോദിച്ചു, ആർ യു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് എവറി വേർഡ്? But I am speaking in Tamil. Even if you speaking in English, I cannot understand because I am a French. And my English also is poor. എൻ്റെ ഇംഗ്ലീഷും വളരെ മോശമാണ്. എനിക്ക് ശരിക്കും മനസ്സിലാണെങ്കിൽ ഫ്രഞ്ചിൽ പറയണം, പക്ഷേ അങ്ങനെ അല്ലാതെ മനസ്സിലാവണുണ്ടോ എന്നുള്ളു. അങ്ങനെ മനസ്സിലാക്കണം, ട്രാൻസ്മിറ്റ്.
ഇതിങ്ങനെ ഇരുന്ന് ഞാൻ പറയുമ്പോ നിങ്ങളിങ്ങനെ ഇരുന്ന് കേൾക്കണു. അത് തന്നെ ഫലം. അത് ഉള്ളില് ആനന്ദം അല്ലെങ്കിൽ അനുഭവം ഇല്ലെങ്കിൽ കേൾക്കാൻ പറ്റുമോ? ചിലപ്പോ ഉള്ളിൽ പോണില്ല, ഞങ്ങൾ ഇരിക്കുകയാണ്. ഇരിക്കണുണ്ടല്ലോ. ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നതിനെ ബ്രഹ്മമാണെന്ന് ഉപാസിക്കുക. എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നതിനെ ആത്മാവായി ഉപാസിക്കുകയാണ്. മനസ്സിലായി എന്ന് പറയുന്നത് ഒരു പ്രകൃതി, ഒരു വൃത്തിയാണ്. ആ വൃത്തി എവിടെ ഉദിച്ചു ഉണ്ട് എന്നുള്ള അനുഭവത്തിൽ എനിക്ക് മനസ്സിലായി എന്ന് ഉദിച്ചു. ഇതിപ്പോ വീട്ടിൽ പോയി പറയണം. ഇതൊക്കെ തോന്നുമ്പോ അതിനെ ആത്മേത്യുപാസീത. അപ്പൊ ആ വൃത്തി അടങ്ങിപ്പോകും. ചിതി വിശ്രാമ്യ. വിശ്രമം എന്ന് പറയുന്നത് അതാണ്. ഒരു വൃത്തിയും അല്പനേരത്തിന് ശേഷം ഉണ്ടാവില്ലാണ്. വിശ്രമം നിത്യമാണ്, വൃത്തി നിത്യമല്ല, തോട്ട്സ് നിത്യമല്ല, റെസ്റ്റ് നിത്യമാണ്. അല്ലേ? റെസ്റ്റിനൊരു ആരംഭമൊന്നുമില്ലല്ലോ. റെസ്റ്റ് ആത്മാവിന്റെ സ്വരൂപമാണ്. തോട്ട്സ് അതിന് ബിഗിനിങ് ആൻഡ് എൻഡ് ഉണ്ട്. അതിൻ്റെ കൂടെ കൂടാതിരുന്നാൽ മതി. റെസ്റ്റിന്റെ കൂടെ കൂടിക്കോളാം. ജന്മ മൃത്യു ജരാ തപ്ത എന്താ വിശ്രാന്തിദായിനി. ഇല്ലേ? ഈ ബ്രഹ്മവിദ്യാസ്വരൂപിണിയായതുകൊണ്ടാണ് ആ പേര് വന്നത്. ഈ ബ്രഹ്മവിദ്യ എന്താന്ന് വെച്ചാൽ ജനിക്കുക മരിക്കുക ഒക്കെ കൊണ്ട് തപിച്ച് വിഷമിച്ചിട്ട് വിശ്രാന്തിയെ കൊതിച്ചു കൊണ്ടുവരുമ്പോ ചിത്തി വിശ്രാമ്യ തിഷ്ഠസി എന്ന് പറയുമ്പോ നീ വിശ്രമിക്കൂ, നീ സ്വരൂപത്തില് നിശ്ചിന്തനായിട്ടിരിക്കൂ എന്ന് പറയുമ്പോ ആ ചിത്തി, ആ വിശ്രമം കൊടുക്കണുണ്ടല്ലോ. ജന്മ മൃത്യു ജരാ തപ്തജന വിശ്രാന്തിദായിനി. ആ വിശ്രാന്തി കൊടുക്കാൻ. ശീതളത കുളിർമ ചിത്തം കുളിര ഗതിരസ്തം വൈത്തമുദവായൈത്തിര അരുൺമതി അരുണാചല എന്ന് ഭഗവാൻ അക്ഷരമണമാലയിൽ പാടി. ചിത്തം കുളിര, ചിത്തം അങ്ങനെ കുളിർന്നു പോവാനായിട്ട് ഹസ്തം ശിരസിൽ വെച്ച് ഉള്ളിലുള്ള അമൃതാനുഭവത്തിനെ തുറന്നു തരാം. എന്ന് വെച്ചാൽ മഹാവാക്യത്തിനെ ഉപദേശിക്കൂ. ഞാനൊരു വ്യക്തിയായിട്ടിരിക്കുന്നവരെ താപമുണ്ട്. ഈ വ്യക്തിത്വം ആരാണ്, ഞാനെന്ന് പറയുന്നത് എന്താണെന്ന് ആരായുമ്പോ കുമിള കടലിൽ പോകണ പോലെ ഒരു കുമിള, ഒരു ബുദ്ബുദം അഖണ്ഡമായിട്ടിരിക്കുന്ന സമുദ്രത്തിൽ വിലീനമാവും. അല്ലേ? ഒരു കുമിളയ്ക്ക് എങ്ങനെ അഖണ്ഡത കിട്ടും? മരിച്ചു പോണോ അത് ഇറ്റ് ബിക്കംസ് ഇൻഫിനിറ്റ് ത്രൂ ഡെത്ത്. അതിന്റെ ബൗണ്ടറി പോണത് എങ്ങനെയാ? അതെങ്ങനെ സ്വയം അഖണ്ഡത്തിലേക്ക് പോകണു. അതുപോലെ ഈ ഞാൻ എന്ന് പറയുന്ന ഈ വ്യക്തിത്വം എവിടെ ഉദിക്കണു എന്ന് ആരായുമ്പോ അഖണ്ഡത്തിൽ പൂർണ്ണത്തിൽ വിലീനമാവുമ്പോ ആ അഖണ്ഡത, ആ പൂർണ്ണതയേ ഉള്ളൂ. ആ പൂർണ്ണത ഇവിടെ ഇപ്പൊ സ്വീകരിച്ച ബന്ധമുക്തോ ഭവിഷ്യസി, നീ മുക്തനായിട്ട് തീരുന്നു. മുക്തി നിന്റെ സ്വരൂപമാണ്. എല്ലാ കുഴപ്പങ്ങളും ഇരിക്കട്ടെ, ഈ കുഴപ്പങ്ങൾക്ക് നടുവിൽ പൂർണ്ണമായിട്ട് ഇരിക്കാം. ഇതൊക്കെ ഇപ്പൊ പൂർണ്ണമാക്കിയിട്ട് ഞാൻ ഒരു 10 ഏക്കർ സ്ഥലം വാങ്ങി നടുവിലൊരു ആശ്രമം കെട്ടിയിട്ട് അതിനുള്ളിൽ സ്വാമിയായിട്ടിരിക്കുന്നു പറഞ്ഞാൽ ശരിയാവില്ല. ആശ്രമം നോക്കണ പരിപാടിയെ പിന്നെ ഉണ്ടാവുകയുള്ളൂ. ഇതുവരെ ഒരു ആശ്രമത്തിൽ ജ്ഞാനികൾ ഉണ്ടായിട്ടില്ല എന്നാണ് ചിലരുടെയൊക്കെ അഭിപ്രായം. ജ്ഞാനികൾക്ക് ചുറ്റും ആശ്രമം ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ ആശ്രമത്തിനുള്ളിലൊന്നും ജ്ഞാനികൾ ഉണ്ടാവില്ല. ആശ്രമത്തില് സഹജമായിട്ടുണ്ടാവുന്നത് ലഹളയാണ്. ബഹളവും ശണ്ടയും ഒക്കെ. ഒരു ആശ്രമമെങ്കിലും പ്രയോജനപ്പെട്ടിട്ടില്ല. ജ്ഞാനികൾ വരാതെ ആശ്രമം മാത്രമാണെങ്കിൽ ഒന്നും പ്രയോജനപ്പെടില്ല. അത് ജ്ഞാനികൾ വരുമ്പോൾ അവർക്ക് ഒരു മനുഷ്യന് ശരീരം പോലെ ആശ്രമം ഉണ്ടാവാണ്. അപ്പൊ ആ ആശ്രമം ഒരു കാരുണ്യമായിട്ട് തീരും. അത്രയേ ഉള്ളൂ. അതെല്ലാവർക്കും ഉപയോഗപ്പെടും. അല്ലാതെ ആശ്രമം കെട്ടി ജ്ഞാനാവാൻ പറ്റില്ല, സന്യാസം സ്വീകരിച്ച് ജ്ഞാനമാവില്ല. ജ്ഞാനം വന്ന സന്യാസം, ആത്മാനുഭവം തന്നെ സന്യാസം. ജ്ഞാനി എവിടെ ഇരിക്കണോ അത് തന്നെ ആശ്രമം. തത്വം അറിഞ്ഞവൻ എല്ലാ കുഴപ്പങ്ങൾക്ക് നടുവിലിരുന്നാലും കുഴപ്പങ്ങളൊന്നും മാറ്റാനേ ശ്രമിക്കില്ല. ചില സിദ്ധന്മാരുണ്ട്, ഒരുപാട് കുപ്പകൾ വാരി വയ്ക്കും അവര്. കണ്ടിട്ടുണ്ടോ? തിരുവണ്ണാമലയിൽ യോഗി രാംസുരത് കുമാർ ഉണ്ടായിരുന്നു.
40 വർഷം ഇങ്ങനെ അവിടെ ചുറ്റി നടക്കുന്നു. അദ്ദേഹത്തിന്റെ റൂമില് 1960 മുതലുള്ള കുപ്പകളുണ്ട്. 2000 ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഒക്കെ സ്വീകരിച്ച് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടവർ. കഴുത്തിലിട്ട മാലയും ന്യൂസ് പേപ്പർ കട്ടിങ്ങും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ആരെങ്കിലും ഭക്തന്മാർ പോയിട്ട് സ്വാമി ലെറ്റസ് ക്ലീൻ ഓൾ ദിസ്. നോ 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 നോ, ഡോണ്ട് ഡിസ്റ്റർബ് ദ കോസ്മിക് ഓർഡർ. അതൊരു എന്നുവെച്ചാൽ ഒന്നും മാറ്റണ്ടെന്ന്. അത് ഒരു വിധത്തിൽ നോക്കലാണ്. നമ്മൾ വിചാരിക്കുന്ന ഈ ജീവിതത്തിൽ ഇതൊക്കെ സെറ്ററേറ്റ് ചെയ്തിട്ട് ഞാൻ അധ്യാത്മമാവാൻ നടക്കില്ല. ഈ കുഴപ്പത്തിന്റെ നടുവില് ഇരുന്നോളുക. ഈ കുഴപ്പം മാറിയാൽ വേറെ കുഴപ്പം വരും. അതുകൊണ്ട് ഈശ്വരൻ തന്നിരിക്കുന്ന കുഴപ്പത്തിനെ പ്രസാദമായിട്ട് സ്വീകരിച്ചോളാം. ഒന്നും മാറില്ല. കുഴപ്പം, ഈ കുഴപ്പം അറ്റ്ലീസ്റ്റ് നമുക്ക് അറിയുമല്ലോ, അതോടുകൂടെ ഇരുന്നോളാം. അറിയാത്ത കുഴപ്പം വന്നാൽ എന്ത് ചെയ്യും? അറിയാത്ത വല്ലതുമൊക്കെ നല്ലത് വന്നാൽ ചിലപ്പോൾ അത് കുഴപ്പമായിട്ട് തരും. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അത്. അതുകൊണ്ട് ഉള്ള കുഴപ്പമാണ് ബെറ്റർ. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്ക് നടുവിലും എല്ലാത്തിന്റെ നടുവിലും നമ്മൾക്ക് പൂർണ്ണമായിട്ടിരിക്കാം. പൂർണ്ണമിതം പൂർണ്ണമദഃ പൂർണ്ണമിതം. ഉപനിഷത്ത് പറഞ്ഞു, സമാധിയിലെ ഒരു ഉപാധിയുമില്ലാതെ അഖണ്ഡമായിട്ടിരിക്കുന്നത് പൂർണ്ണം. അത് മാത്രമല്ല, എഴുന്നേറ്റിട്ട് സകല കുഴപ്പങ്ങളോടുകൂടി ഇരിക്കുന്ന ഈ പ്രപഞ്ച ജീവിതം ഉണ്ടല്ലോ, അതും പൂർണ്ണം. വ്യാധിയും പ്രശ്നങ്ങളും പല ദുഃഖങ്ങളും ഒക്കെ ആയിട്ട് പൂർണ്ണം. പൂർണ്ണാത് പൂർണ്ണമുദച്യതേ. സ്ക്രീനിൽ സിനിമ പോലെ ആ നിത്യ ശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ അധിഷ്ഠാനത്തിൽ ഇതൊക്കെ കാണപ്പെടുന്നു. ഇതൊക്കെ മറന്നു കഴിഞ്ഞാലോ ബാക്കി എന്തുണ്ട്? പൂർണ്ണമേവാവശിഷ്യതേ. പൂർണ്ണത്തിന് ഒരു കോട്ടമില്ല. കോട്ട ഉണ്ടാവുകയാണെങ്കിൽ അത് പൂർണ്ണമല്ല. ആത്മാ പൂർണ്ണമാണ്. അത് അഹം രൂപമായിട്ട് നിത്യസിദ്ധമാണ്. ഞാൻ ഉണ്ടെന്നുള്ള അനുഭവം തന്നെ ആത്മാവാണ്. ഞാൻ എന്ന് പറയുന്നത് എന്താണ് എന്നറിയുമ്പോ അത് ദേഹമല്ല, അത് ബുദ്ധിയോ മനസ്സോ ഒന്നുമല്ല. അഹങ്കാരമെന്ന് തോന്നുന്ന അത് പതുക്കെ പതുക്കെ ഉപാധികളിൽ നിന്നൊക്കെ പിരിഞ്ഞ് അതിരില്ലാത്ത പൂർണ്ണമായ നിത്യത്വമായിട്ട് ബ്രഹ്മമായിട്ട് ചിദ്രൂപമായിട്ട് പ്രകാശിക്കും. അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ വ്യവഹരിക്കുമ്പോൾ അതിന്റെ വെളിച്ചത്തിലാണ് പ്രപഞ്ചം അറിയപ്പെടുന്നത്. ആ മുക്തിസുഖം അനുഭവിച്ചുകൊണ്ട് ലോകത്തിൽ ഇരിക്കാമെങ്കിൽ ഇവിടെ തന്നെ സുഖി ശാന്ത, സുഖിയും ശാന്തനും ബന്ധമുക്തനുമായിട്ട് തീരും. ദേഹം പൃഥകൃത്യ ചിതി വിശ്രാമ്യ തിഷ്ഠസി അധുനൈവ സുഖി ശാന്തോ. ഈ ശ്ലോകം ബൈഹാർട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾ കാണാപാഠം പഠിച്ചു വെക്കണം. അത്ര മനോഹരമായ ശ്ലോകമാണ്. യതി ദേഹം പൃഥകൃത്യ, ദേഹത്തിനെ പൃഥക് എന്ന് വെച്ചാൽ പിരിച്ചിട്ട് ചിതി വിശ്രാമ്യ തിഷ്ഠസി, ചിത്തില് വിശ്രമിക്കുകയാണെങ്കിൽ അധുനൈവ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ സുഖി ശാന്തോ, സുഖിയും സുഖമുള്ളവനും ശാന്തനും ബന്ധവിമുക്തനും ജീവൻ മുക്തനുമായിട്ട് തീരും. ബന്ധമുക്തോ ഭവിഷ്യസി. നാളെ തുടർന്ന് നാളെ കാണാം. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല.